പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസത്താൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലോ. ഇന്ന് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് ആ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുവാൻ കർത്താവ് ശക്തനാണ്. ആമേൻ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നല്ലോ. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ഇന്ന് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകുക. ഇന്നത്തെ ദിവസം എൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാണ് തന്നെ കൽപ്പിക്കുക. ആമീൻ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ഒരാളെന്ന് പറഞ്ഞോട്ടെ. എന്ത് വചനമാണ് നമ്മൾ ധ്യാനിച്ചു എന്നുള്ളത് ഓർമ്മയുള്ള? സുവിശേഷം ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന ദൈവശക്തിയാണ്. ബ്രദർ എന്നൊരു കാര്യം ചോദിക്കാൻ മാനസാന്തരം എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നതെന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കും. മനം തിരിയണം. ഭവനത്തില് വീട്ടില് ആരാധനാലയം കർത്താവ് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും എത്ര പേര് അടക്കപ്പെട്ടു എത്ര പേരിന്ന് ഭവനത്തിന്റെ അകത്ത് ഇന്ന് ഓർപ്പിക്കാൻ പറഞ്ഞ സഹോദരി ഓർപ്പിച്ചത് നന്ദി. എത്ര പേരിന്ന് ഭവനത്തിന്റെ അകത്ത് സുവിശേഷം പ്രസംഗിച്ചു? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നമ്മൾ ഭവനത്തിന്റെ അകത്ത് നമ്മൾ സുവിശേഷത്തെ മുഴക്കണം. സുവിശേഷത്തിൻ്റെ ശബ്ദം ആ കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണാനും അനുഭവിക്കുവാനും ഒക്കെയും സ്വർഗം ഇടയാക്കും. നമ്മൾ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളുടെ എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സ്ട്രീമിലും ഒക്കെ ലൈവിൽ കാണുന്നവരെ ലൊക്കേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് ഈ പ്രാർത്ഥന നടക്കുന്നത് UK 20-ാം തീയതി ഡിസംബർ 20-ന് രാവിലെ 11 മണി മുതൽ 1 മണി വരെ അന്യഭാഷാ പ്രാർത്ഥന. അതിനുശേഷം 2 മണി മുതൽ 4:30 വരെ അല്ലെങ്കിൽ 5 മണി വരെ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. 2 പ്രാർത്ഥനകളാണ്, 2ആയിട്ടാണ്. അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതിൽ വരിക. അതിനുശേഷം മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഡിസംബർ മാസം ഈ വർഷത്തെ അവസാനത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനുള്ളൊരു അവസരമാണ്. എടുക്കുക, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെ ചെയ്യുക. കർത്താവ് ഞാൻ പറഞ്ഞതുപോലെ എമർജൻസി അവധികൾ നിങ്ങൾ എടുക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. നമുക്കറിയത്തില്ല എപ്പോഴാണ് ഒരു ബ്രേക്ക് ത്രൂ നമ്മളിൽ സംഭവം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു ദൈവിക ആലോചന മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. കർത്താവ് നമ്മളെ സഹായിക്കും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. തുടർച്ചയായിട്ട് വചനം കേൾക്കുന്നില്ല. വചനം കുടുംബത്തിൽ നിങ്ങൾ സുവിശേഷം ആദ്യം ഭവനത്തിൽ പ്രസംഗിക്കണം. നന്മകളെ വിളിച്ചു വരുത്തണം. ആമേൻ. ഇന്ന് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു ചിന്ത ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്, സൂമിൻ്റെ. അതിലൂടെ സൂം പ്രയറിൽ നിങ്ങൾക്ക് പങ്കുചേരാമെന്നാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലെ ഒരു വാക്യം, പരിചിതമായ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ വന്ന ഒരു ദൈവിക ചിന്ത, ആ ചിന്തയാണ് നമുക്കിന്ന്
ആത്മാവിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെപ്പറ്റി നമുക്ക് ബൈബിൾ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവ്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമുക്ക് മാനസാന്തരം ദൈവം തരുന്നതാണ്. ഒരു വ്യക്തിയുടെ മനസ്സിനെ ദൈവം തിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് മാനസാന്തരം ഉണ്ടാകുന്നത്. ആമേൻ. ഇവിടെ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന രൂപാന്തരം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന വാക്കുണ്ട്, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അപ്പോൾ വചനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ ആരംഭിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം. നമുക്ക് വേറെ ഞാൻ വചനത്തിലേക്ക് പോവാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും, പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മൊത്തം നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആമേൻ. ശ്രദ്ധിച്ചോണം. അഗ്നിജ്വാല പോലിരിക്കുന്ന നാവ് അപ്പോസ്തോലന്മാരുടെ മേൽ വന്ന് പതിഞ്ഞു. നോക്കിക്കുക, വാക്ക് കണ്ടോ? അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വചനം പറഞ്ഞു, അവരുടെ ഓരോരുത്തരുടെ അത് പതിഞ്ഞു. അപ്പം ഇനി ശ്രദ്ധിച്ചോണം, ഒരു നാവ് വന്ന്, ഒരു നാക്ക് വന്ന്, നമ്മളിപ്പോൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാവ് വന്ന് അവരുടെ മേൽ പതിഞ്ഞു. നമുക്കറിയാം, നാവ് ഫിറ്റാകുന്നത് ശരീരത്തിലെ വേറെ ഒരു അവയവത്തിലും പോയിരിക്കത്തില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരവയവമാണ് നാവ്. നമുക്ക് കൈയും കാലും കണ്ണും മൂക്കും വായും ഒക്കെ നമുക്ക് ആവശ്യമെങ്കിലും നമുക്കൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്, നമ്മുടെ ആശയങ്ങളെ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് നാവ്. പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ, നോക്കി, അഗ്നിനാവ് പോലെ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ വന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി, നോക്കിക്കേ, ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പം അന്യഭാഷ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നാവ് നിങ്ങളുടെ മേൽ വരുന്നതാണ്. ശ്രദ്ധിച്ചോണേ. നമ്മൾ ചിന്തിക്കും, ബ്രദറെ ഞാനിപ്പോൾ അന്യഭാഷ പറയുന്നത് വെച്ചാൽ, അന്യഭാഷയുടെ പ്രത്യേകത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്ന് നിങ്ങളുടെ നാവുമായിട്ട് ചേർന്ന് ദൈവാത്മാവ്, നോക്കിയ വാക്കുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അപ്പം ആരാണ് നൽകിയിരിക്കുന്നത്? പരിശുദ്ധ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ, അവർക്ക് സംസാരിപ്പാൻ ഒരു ഭാഷ കൊടുത്തു. ആദ്യം ഭാഷയല്ല കൊടുത്തത്, ആദ്യം നാക്കാ കൊടുത്തത്. നോക്കിക്കേ, ആദ്യം നാക്ക് കൊടുത്തു. ആ നാക്കിൽ ഭാഷകളെ കൊടുത്തു. അപ്പം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ നാക്ക് ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മുടെ നാവിൻ്റെ പ്രത്യേകത, നാക്ക് നിങ്ങൾക്ക് മുറിച്ചു കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, അല്ലേ? കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് നാവ് ആവശ്യമാണ്. ഇവിടെ നാവ് എന്ത് ചെയ്തു? അവർക്ക് നാവ് വന്നു. നാവ് വന്നപ്പോൾ തന്നെ അവർക്കൊരു ഭാഷ വന്നു. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, ഒരു നാവ് വന്നു, നാവ് വന്നോടൊപ്പം തന്നെ അവർക്കൊരു ഭാഷ വന്നു. അവരാ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കൊടുത്ത ഭാഷയിൽ, ദൈവം കൊടുത്ത നാവ് കൊണ്ട് ഇവർ സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ. അതിൻ്റെ അർത്ഥം അവിടെ സംസാരിക്കുന്നത് പത്രോസ്ലീഹയല്ല, പകരം പരിശുദ്ധ-ആത്മാവാണ്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് അന്യഭാഷയിലൂടെ. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ പരിശുദ്ധ-ആത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? നോക്കിക്കേ, അന്ന് ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ജാതിയിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി.
ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ച് ഈ സംസാരിക്കുന്നത് ഗലീലക്കാരല്ലയോ, പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു, അവർ മേദ്യരും മെസൊപ്പൊട്ടേമ്യരും അങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ഈ നമ്മുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. കേട്ടോ നിങ്ങൾ ആ വാക്ക് കണ്ടോ? പരിശുദ്ധ ആത്മാവ് ദൈവത്തിൻ്റെ കാര്യങ്ങളെ ഇവരോട് സംസാരിക്കുകയാണ്. ആമേൻ. അപ്പോൾ ഇവർ പറയുന്നത് അന്യഭാഷയാണ്, പക്ഷെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്, ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പം നിങ്ങൾ അന്യഭാഷയിൽ ഭവനത്തിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ നിങ്ങൾ സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ഭാഷകളെ സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതികളെ റിവീൽ ചെയ്യുവാൻ ഉപയോഗിക്കുന്നതാണ് അന്യഭാഷ. ശ്രദ്ധിച്ചേ, അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ തുറക്കുകയാണ്. ഒരു ഭവനത്തിൽ ഒരു വ്യക്തി അന്യഭാഷ പറയുമ്പോൾ നോക്കിക്കേ, ദൈവം അവർക്ക് നാക്ക് കൊടുത്തു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോൾ, ബ്രദറെ എനിക്ക് അന്യഭാഷ വരം കിട്ടിയെന്ന് പറയുമ്പം ആദ്യം നിങ്ങളുടെ മേൽ നാക്ക് വരികയാണ്. നമ്മുടെ നാക്കുകൊണ്ട് അന്യഭാഷ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു നാവ് പോലെ ആദ്യം പരിശുദ്ധാത്മാവ് വരത്തില്ല. നമുക്കെപ്പോഴും ഓർത്തണം, അപ്പോസ്തല പ്രവൃത്തി ഒരു മോഡലാണ്. വരാൻ പോകുന്ന ഏത് കാലഘട്ടത്തിലും ഇതേ മോഡലിൽ തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കും, ബ്രദർ എനിക്ക് അന്യഭാഷ കിട്ടി, ഓ റാബഷം തന. നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ആദ്യം നാക്ക് വന്നിട്ടുണ്ട്, ആദ്യം നാക്ക് വന്നു. അപ്പം അന്യഭാഷ പറയണമെങ്കിൽ ഒരു നാവ് വേണം. നമ്മുടെ നാവിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഭാഷയാണത്. നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു ഭാഷ, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു ഭാഷ, സ്വർഗത്തിലെ ഭാഷ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്കൊരു നാവ് വേണം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു, ആദ്യം അവർക്ക് അന്യഭാഷയല്ല ലഭിച്ചത്, ആദ്യം അവർക്ക് നാക്ക് ലഭിച്ചു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആദ്യം കിട്ടിയത് നാവാണ്, രണ്ടാമതാണ് അന്യഭാഷ വന്നെന്ന് പറ. ആമേൻ. അപ്പൊ അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നിങ്ങൾ പ്രസ്താവിക്കുന്നു. അയ്യോ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു വ്യക്തി വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയുക. അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നോക്കിക്കാൻ വാക്കുണ്ടോ? ഇവർ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇതെന്താകുമെന്നവർ തമ്മിൽ പറഞ്ഞു. ചിലർ പറയുകയാണ് അവർ പുതു വീഞ്ഞു കുടിച്ചു എന്ന്, മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ആമേൻ. പുതു വീഞ്ഞു കുടിച്ചു, അവരെ പരിഹസിക്കാൻ തുടങ്ങി. അടുത്ത വാക്യത്തിൽ പറഞ്ഞത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്ന കാര്യമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരു. നോക്കിക്കേ, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണത്. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഓ ഹല്ലേലൂയ. അപ്പം പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നാണെന്നറിയാവോ, ഇത് പരിശുദ്ധാത്മാവ് വന്നിട്ട് പ്രവചിക്കുന്നതാ. എന്താ പ്രവചനം? വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം. അപ്പം മേദ്യരും മെസൊപ്പൊട്ടേമ്യരും അങ്ങനെയുള്ള പല ആൾക്കാരും പറയുകയാണ്, അവരെ വാക്ക് നോക്കി അവർ പറയും, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രവചിക്കുക. ഓ ഹല്ലേലൂയ. എന്താ പ്രവചനം? നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം. അപ്പം അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ പ്രവചിക്കുകയാണ്. അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ റിലീസ് ചെയ്യുകയാണ്. വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ നിങ്ങൾ തുറക്കുന്നു. ദുഷ്ടപിശാച് പറയുക, 2026 നീ നിന്റെ കുടുംബവും നശിച്ച് തകർന്നു പോകും എന്ന് പറയുമ്പോൾ, നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ഇല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ പ്രവചിക്കാൻ തുടങ്ങുക. കണ്ടോ? ഭവനത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പ്രവചിച്ചുകൊണ്ടിരിക്കുക. പിശാചിന് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ സഹോദരങ്ങൾ, ഇത് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്ന ജനറേഷൻ അല്ല. ഇത് പണ്ട് യോവേൽ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞൊരു പ്രവചനം അറിയാവോ? അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ പ്രവചിക്കും. ഹല്ലേലൂയ. ഇപ്പൊ പത്രോസ്ലീഹ ആത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, ഇവർ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് കിടക്കുവല്ല, പകരം ഇവർ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ താട്ട് നോക്കിയേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ നിറയും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആദ്യം നമുക്കൊരു നാക്ക് വന്നു. ഈ നാവ് നമ്മുടെ സാധാരണ നാവ് കൊണ്ട് അന്യഭാഷ പറയാൻ നമുക്ക് കഴിയത്തില്ല.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ബ്രദർ കൈ വെച്ചപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അന്യഭാഷ വന്നല്ലോ. അന്യഭാഷ വരുന്നതിന് മുമ്പ് ആദ്യം നാക്ക് വന്നിട്ടുണ്ട്. കാര്യം, നിങ്ങളുടെ നാവ് കൊണ്ട്, സാധാ നാവ് കൊണ്ട് അന്യഭാഷ ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. കാരണം ഇത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. യിരെമ്യാ പ്രവാചകൻ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അവൻ യിരെമ്യാ പോലും ഒന്ന് പറയുന്നു, നാവിൻ്റെ മേൽ തീ കൊണ്ട് തൊട്ടു, എന്നിട്ട് പറഞ്ഞു യഹോവയുടെ വചനത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് യിരെമ്യാ പ്രവാചകൻ പുസ്തകം കാണാൻ പറ്റും അല്ലേ? അതിൻ്റെ അർത്ഥം എന്തുവാ? ആ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകളെ സംസാരിക്കുവാൻ നമ്മുടെ സാധാരണ നാവ് കൊണ്ട് അവിടെ കഴിയാത്തത് കൊണ്ട് ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നു? കർത്താവിൻ്റെ നാക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വേഗത്തിലെടുക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണാൻ പറ്റും. 1-ന്റെ 8, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നോക്കി. പിന്നെ യഹോവ കൈ നീട്ടി അവൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. അപ്പം എന്തിനാണ് നാവിൻ്റെ മേൽ യഹോവ കൈ നീട്ടി തൊട്ടത്? ഹല്ലേലൂയ. അപ്പം ഈ വചനത്തിൻ്റെ നമ്മുടെ സാധാരണ നാവിനെ ദൈവം എന്ത് ചെയ്യുവാണ്? രൂപാന്തരപ്പെടുത്തുവാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നോക്കുക, എന്തിനാണെന്നറിയോ ഇദ്ദേഹത്തെ ഈ നാവിൽ തൊട്ടിരിക്കുന്നത്? യഹോവയുടെ വചനം നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിപ്പാനും പണിയുവാനും നടുവാനും ഞാൻ നിന്നെ ജാതികൾക്കുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്ന യഹോവ കൽപ്പിച്ചു. ആമേൻ. അപ്പം നമ്മളെ ദൈവം ആക്കി, നാവെ തൊട്ടിട്ടുണ്ടോ? ദൈവം നിങ്ങളെ നടുവാനും നനപ്പാനും പൊളിക്കുവാനും പണിയുവാനും ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്നതിൻ്റെ സൈനാണ് നാവിനെ തൊടുന്നത് ദൈവം. ഇത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് നോക്കിക്കേ, അഗ്നിജാല പോലിരിക്കുന്ന പിളർന്നിരിക്കുന്ന നാവ് അവരുടെ മേൽ പതിഞ്ഞു. കണ്ടോ? ദൈവം വീണ്ടും നാവെ തൊടുക. ദൈവം വീണ്ടും നാവെ തൊടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ നിങ്ങളുടെ പട്ടണത്തിൽ ഒതുങ്ങത്തില്ല. പക്ഷെ നാവെ തൊട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു, പഴയ നിയമത്തിൽ പറയുകയാണ്, നിന്റെ ദൈവത്തിൻ്റെ നിന്റെ വായെ തൊട്ട് പറയാണ്, എൻ്റെ വചനങ്ങൾ പറയാൻ തുടങ്ങിയാൽ, നോക്കുക വാക്കുകൊണ്ട് നോക്കുക, നിർമൂലമാക്കുവാൻ എന്നെ കൊണ്ട് പറ്റും, പൊളിക്കുവാൻ പറ്റും, നശിപ്പിപ്പാൻ പറ്റും, നശിപ്പിപ്പാൻ പറ്റും, ഇടിക്കുവാൻ പറ്റും, പണിയുവാനും പറ്റും. കണ്ടോ? അപ്പോൾ ഒരു വിശ്വാസിക്ക് ദൈവം നാവിനെ തൊട്ടാൽ പിശാചിന്റെ പ്രവൃത്തികളെ പൊളിക്കുവാൻ നിങ്ങളെ കൊണ്ടുപറ്റും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, പൊളിക്കുവാൻ മാത്രമല്ല പണിയുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ഭവനത്തിൻ്റെ അകത്ത് ഡിസോർഡറായി കിടക്കുന്ന അവസ്ഥകൾ ഒക്കെ നേരെയാകുവാൻ തുടങ്ങും. നമ്മളെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയത്തില്ല, വേദന കൂടി, എൻ്റെ പ്രശ്നം കൂടി, എനിക്കറിയത്തില്ല, എൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷയം വന്നുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയരെ, ഇതാണ് പിശാചിൻ്റെ കള്ളത്തരം. നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പൊളിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അവൻ്റെ പ്രവർത്തികളെ പൊളിക്കുവാൻ തുടങ്ങുകയാണ്. നിങ്ങൾ നശിപ്പിപ്പാൻ തുടങ്ങുകയാണ് അവൻ്റെ പ്രവർത്തികളെ. അടുത്ത വാക്യം ഇടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്യം പറയുന്നു നട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പണിതുകൊണ്ടിരിക്കുകയാണ്. നാവിനെ തൊട്ടാൽ അടുത്ത പ്രവൃത്തി ദൈവത്തിൻ്റെ കാര്യങ്ങൾ തുറക്കുകയാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തുറക്കുന്ന പരിപാടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ നോക്കിക്കേ, അഗ്നിജാല പോലിരിക്കുന്ന ആദ്യം പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് പറയാണ് ദൈവം അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷ പറഞ്ഞു. അപ്പം ആദ്യം നാവ് വന്നു. നോക്കിക്കേ, നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ നാവുകൾ പതിഞ്ഞു. അപ്പം നാവ് എവിടെയാണ് വന്നിരിക്കുന്നത്? ആമേൻ, നമ്മുടെ ആത്മാവിലേക്ക് വന്ന് പതിയുന്നു. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്യഭാഷയ്ക്ക് വേണ്ടി തന്നെ ഒരു നാവുണ്ട് നമ്മുടെ അകത്ത്. കണ്ടോ? അയ്യോ ബ്രദറെ, ഞാൻ എൻ്റെ നാക്കുകൊണ്ടല്ലേ അന്യഭാഷ പറയുന്നത്. അല്ല, നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് അന്യഭാഷ വരുന്നത്. ആത്മാവിൻ്റെ നാവിലൂടെയാണ് അന്യഭാഷ പറയുന്നത്. ആമേൻ. ശ്രദ്ധിച്ചു നോക്കണം, ഈ നാവ് കൊണ്ടാണ് നാം അന്യഭാഷ പറയുന്നത്. ഓ ഹല്ലേലൂയ.
ആമേൻ. അപ്പൊ ഈ നാവ് കൊണ്ട് നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, യിരെമ്യാ പ്രവാചകൻ പറയുന്നു, പിന്നെ യഹോവ കൈ നീട്ടി അവന്റെ വായിൽ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ വാ തുറന്നു നോക്കിയാൽ വചനം കാണാൻ പറ്റും. നിങ്ങൾ പറയും, യിരെമ്യാവിനെ നമ്മളിപ്പോൾ പിടിച്ച്, യിരെമ്യാവെ ആ വാ തുറന്നേ, ആ വചനമൊക്കെ യഹോവ തന്ന വചനം ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ കാണാൻ പറ്റുമോ? നിങ്ങൾ പറ. ഇല്ല. അപ്പൊ ഇത് ഏത് നാവിനെ പറ്റിയാ പറയുന്നത്? ആത്മാവിലുള്ള നാവ്. ആത്മാവിന്റെ നാവാണിത്. ആത്മാവിന്റെ നാവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. യഹോവ കൈനീട്ടി അവന്റെ വായിൽ തൊട്ടു, ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിൽ തന്നിരിക്കുന്നു. അപ്പം നമ്മുടെ നാക്കിന് എന്നാ പ്രത്യേകത? ഇതിന് വല്ലതും പറ്റുമോ? ഇല്ല. നമ്മുടെ അകത്തിരിക്കുന്ന ഒരു നാവുണ്ട്, കമ്മ്യൂണിക്കേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നാവ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ തിരികെയും മറിക്കുകയും ചെയ്ത നാവിനെ പറ്റിയല്ല ഈ പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷനെയാണ് അവിടെ കാണിക്കുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പം ദൈവവുമായിട്ട് എനിക്ക് സംസാരിക്കണമെങ്കിൽ അന്യഭാഷ മാത്രം പോരാ, എനിക്കൊരു നാവും കൂടെ വേണം. കണ്ടോ, അന്യഭാഷ കൈകാര്യം ചെയ്യുവാൻ ഒരു നാവ്. ഹല്ലേലൂയ. അന്യഭാഷ കൈകാര്യം ചെയ്യുന്നൊരു നാവുണ്ട് നമുക്ക്. അപ്പം ഇത് പറയുമ്പോൾ, അന്യഭാഷ ഒരു വ്യക്തി പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തി പറയുമ്പോൾ, ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ സംഭവിക്കുന്നു. 2, അടുത്ത വാക്യം, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഇനി നമുക്ക് എവിടെയാ പ്രശ്നം പറ്റുന്നറിയാവോ? നമ്മുടെ പ്രശ്നം ഇതാണ്, യഹോവയുടെ അരുളിപ്പാട് എനിക്കുണ്ടായി, എന്നാൽ യിരെമ്യാവ് നീ എന്ത് കാണുമെന്ന് ചോദിച്ചതിന് ഞാൻ ബദാം വൃക്ഷം കാണുമെന്ന് പറഞ്ഞു. യഹോവ നിന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവൃത്തിയാക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞാൽ അത് നിവർത്തിയാക്കുവാൻ വേണ്ടി നിങ്ങളത് ശ്രമിക്കണ്ട. ദൈവം അത് ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വാക്തത്വം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നാം ദൈവത്തോട് പറ്റിയിരിക്കണം. ഈ പലപ്പോഴും ഈ ദൈവത്തോട് പറ്റിയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ദൈവത്തോട് പറ്റിയിരിക്കാൻ പറയുമ്പോഴേക്കും നമുക്കെപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേട്ടയാടുന്നൊരു സംഭവമാണ് 7-ാമത്തെ വാക്യം. നോക്കി, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാനൊരു ബാലനെന്ന് നോക്കി, ഈ വാക്യം പറഞ്ഞിട്ട്, യഹോവ കർത്താവെ ഞാൻ സംസാരിപ്പാൻ യഹോവയ കർത്താവെ ഞാൻ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നോക്കും. നമ്മൾ നമ്മളെ നോക്കുമ്പോൾ എന്തുവാണ്, അയ്യോ എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് കഴിവില്ല, എനിക്കാണ് വലിയ കുറവുണ്ട്. അതാണ് പലപ്പോഴും വിശ്വാസം, കർത്താവേ എൻ്റെ കുറവുകളൊന്നും എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. നമ്മുടെ ചിന്തയിൽ നമ്മളെല്ലാം തികഞ്ഞു വന്നിട്ട് ഭയങ്കര അനുഗ്രഹം പ്രാപിക്കാൻ നിൽക്കുന്നവരാ. മനസ്സിലായോ? നമ്മുടെ മൈൻഡ് സെറ്റപ്പ് മൊത്തവും നമ്മളിങ്ങനെ കുറവൊക്കെ നികത്തി വന്നിട്ട് ഭയങ്കര അനുഗ്രഹം പ്രാപിക്കാൻ നിൽക്കുക. ദൈവം നേരെ തിരിച്ചാ പറഞ്ഞേക്കാം, ഞാൻ തന്ന വചനത്തെ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇടിക്കൽ സംഭവിക്കും. നോക്കി, ഈ വാക്ക് കണ്ടോ, നീ ബാലനെന്ന് പറയരുത്. അടുത്ത വാക്യം, നീ എന്നാ പറയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവ കൈ നീട്ടി അവൻ്റെ വായെ തൊട്ട് പറയുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും. അപ്പം കുറവ് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, പകരം ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? പിശാചിൻ്റെ പ്രവർത്തികൾ പൊളിയും, പിശാചിൻ്റെ പ്രവർത്തികൾ നശിക്കും. അടുത്തത്, പിശാചിൻ്റെ പ്രവർത്തികൾ ഇടിച്ചു കളയും. അയ്യോ ബ്രദറെ, എൻ്റെ ഭാവി മൊത്തം തടസ്സപ്പെട്ട് കിടക്കുവാണ്, എൻ്റെ ഫ്യൂച്ചർ മൊത്തം ബ്ലോക്കായി കിടക്കുവാണ്, ഒരു കാര്യം അങ്ങോട്ട് ശരിയാകുന്നില്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, മൊത്തം ബ്ലോക്കായി കിടക്കുവാണ്. എൻ്റെ കർത്താവ്, ചിലപ്പോൾ എൻ്റെ കുറവ് കൊണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പല ആൾക്കാരും പറയും, അയ്യോ നിൻ്റെ വലിയ കുറവാണ്ടോ, നിനക്ക് ആ കുറവുള്ളത് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഗതി പിടിക്കാത്തത്. എൻ്റെ പ്രിയരെ, ഞാൻ പറയും, നിങ്ങൾ ഇടിച്ചു കളയാഞ്ഞിട്ടാ. നിങ്ങൾ എങ്ങനെ ഇടിക്കാൻ പറ്റുന്നത്? ദൈവം നമ്മുടെ നാവിനെ തൊട്ടിരിക്കുന്നു. നാവിനെ തൊട്ടാൽ അതിൻ്റെ അർത്ഥം ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും നടുവാനും കർത്താവ് എന്നെ ആക്കി വച്ചിരിക്കുന്നു. അപ്പം ഞാൻ വാ കൊണ്ട് നിങ്ങളെ വാക്ക് കണ്ടോ, നീ ബാലനെന്ന് പറയരുത്.
പലപ്പോഴും നമ്മൾ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നല്ല കർത്താവേ ഞാൻ ഏഴയാണ്, പുഴുവാണ്, ഞാൻ അങ്ങനെയാണ്, പൊടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുക. ഓ കർത്താവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇമോഷണലി ദൈവത്തെ പിടിക്കാൻ നോക്കുക. കർത്താവ് പറയുക, നീ അതാണ് ഇതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ എന്താണോ നിന്റെ മേൽ വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെ പറയുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡായി, പുതിയ നിയമത്തിലേക്ക് അപ്ഡേഷൻ സംഭവിച്ചു. പരിശുദ്ധാത്മാവ് നേരെ നാവായി ഇറങ്ങി വന്നു. നോക്കിക്കേ, പഴയ നിയമത്തിൽ യഹോവ നാവിനെ തൊട്ടെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നാവായി ഇറങ്ങി വന്നു. എന്നിട്ട് ഈ നാവ് കൊണ്ടാണ് നാം അന്യഭാഷ പറയുന്നത്. കണ്ടോ? അപ്പോൾ നിങ്ങൾ പറയത്തില്ല ബ്രദറെ അന്യഭാഷ പറഞ്ഞുള്ള ഗുണം എന്നാ? അന്യഭാഷ പറഞ്ഞാൽ ദൈവം തന്ന നാവ് കൊണ്ട്, ദൈവം തന്ന ഭാഷ കൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളെ നമ്മൾ പ്രവചിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇടിഞ്ഞു പോകും പിശാചിൻ്റെ പ്രവൃത്തികൾ. ഇതാണ് പൗലോസ് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികമല്ല എന്ന് പറയാൻ കാരണം. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവയാന്ന് അപ്പോസ്തലൻ പറയാൻ കാരണം മനസ്സിലായോ? ആമേൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന നാവിനെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷയെയും ഇത് ശരിക്കും പറഞ്ഞു നോക്കിയേ, ഇവർ നോക്കിക്കേ, ഇവർ ഭ്രമിച്ചിട്ട് പറയുകയാണ് അവർ നമ്മുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേര് വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പറയുന്നുണ്ട്? ചോദിച്ചോട്ടെ. പറയുന്നുണ്ട് ബ്രദറെ. പറയുന്നുണ്ട് ബ്രദറെ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഇതാ സംഭവിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? പറയുമ്പോൾ ഈ വാക്യം സംഭവിക്കും, നിങ്ങൾ നിർമൂലമാക്കുവാനും പൊളിപ്പാനും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികൾ പൊളിയുവാണ്. ഒത്തിരി വിശ്വാസികളുടെ പരാതിയാണ് ബ്രദർ, അത് പലരുടെ ഒരു പഠിപ്പീരാണ്. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാകും. അയ്യോ, അല്ലേ പിന്നെ വിഷയമൊന്നും ഇല്ലല്ലോ. ആമേൻ. ലോകത്തിൽ പിന്നെ ഭയങ്കര സമാധാനമാണല്ലോ നമ്മുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ ചുറ്റുവട്ടത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ നോക്കി. ഞാൻ ഉദാഹരണം പറയാം. കർത്താവ് ഒരു സിനഗോഗിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, 18 വർഷമായിട്ട് കൂനിയായ അമ്മച്ചിയെ ബന്ധിച്ചിട്ടേക്കുക. അമ്മച്ചി സ്വതന്ത്രം പറഞ്ഞുണ്ട്, ആലോലിയ പറഞ്ഞ ഒരു കുഴപ്പമില്ല. എനിക്ക് അമ്മച്ചിയുടെ സാക്ഷ്യം ഇങ്ങനെയായി, കർത്താവേ ഈ ആഴ്ച ദൈവം എനിക്ക് വല്ലവനും നല്ലവനുമായിരുന്നു. കർത്താവ് എന്നെ ഒരു ആരാധന പോലും മുടക്കാതെ ആലയത്തിൽ കൊണ്ടുവന്നു. പക്ഷെ രോഗത്തിൽ കിടക്കുക, കൂനാണ്. ചർച്ചിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ട്, സ്വോത്രാഴ്ച കൊടുക്കുന്നുണ്ട്, ഹാലേലിയുണ്ട്, പ്രൈസലോട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബന്ധിച്ച് കിടക്കുക. കണ്ടോ? ബന്ധിച്ച് കിടക്കുക. അപ്പോൾ ആരെങ്കിലും പറയും, ഈ സഹോദരി അധികം പ്രാർത്ഥിക്കരുത് കേട്ടോ, അധികം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. ഓൾറെഡി പിടിച്ചേക്കുക പിശാച്. അവനെ ഇടിച്ചു കളയുവാനുള്ള അധികാരമകത്തുണ്ട്. ആമേൻ. അപ്പം നിങ്ങൾ വചനം പറയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾ പലരും പറയും ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം അങ്ങോട്ട് കൂടി. സഹോദരി, പ്രശ്നം കൂടുന്നതല്ല. നിങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ചില മൃഗങ്ങളെയൊക്കെ, സിംഹമൊക്കെ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞാൽ, സിംഹം എന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലുമൊക്കെ മൃഗം ഉറങ്ങിക്കിടക്കുമ്പോൾ അത് സൈലൻ്റ് ആയിരിക്കും. ഇതിനെ പോയി തട്ടിൽ ഇത് ഇളകും അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ വചനം പറയാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഇളകുന്നതാണത്. വേരോടെ പറഞ്ഞു പോകാൻ വേണ്ടി ഉടനെ നമ്മൾ പറയും ബ്രദറെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കുഴപ്പമില്ല. കാര്യം പിശാച് ഇങ്ങനെ വട്ടം ചുറ്റി കിടക്കുമല്ലോ, ഇനി എന്നാ കുഴപ്പം? നന്മ കയറുന്നുമില്ല, നന്മ പുറത്തോട്ട് വരുന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഇവൻ്റെ അടിസ്ഥാനം ഇളകാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഉടനെ പറയോ ബ്രദറെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് വലിയ വിഷയങ്ങൾ വന്നു. എൻ്റെ സഹോദരി മുന്നോട്ട് പറ, അത് വേരോടെ പൊളിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വേരോടെ പൊളിക്ക്. അയ്യോ ബ്രദറെ എന്നെ തിരിച്ചു കൊത്തുപോ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഇരമ്യാവിലൂടെ വാക്യം കണ്ട് നോക്കിക്കേ, ഇരമ്യാവ് വചനം നോക്കിയേ, യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിയാക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ജാഗരിക്കും. കണ്ടോ? എൻ്റെ വചനം പറയുന്നത് ഇരമ്യാവാണ്, പക്ഷെ നിവർത്തിക്കുന്നത് ദൈവം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പറയുന്നത് ഞാനാണ്, പക്ഷെ അത് നിവർത്തിക്കുന്നത് ദൈവമാണെന്ന് പറ. പറയുന്നത് ഞാനാണ്, പക്ഷെ അന്യഭാഷ പറയുന്നത് ഞാനാണ്, പക്ഷെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ നിവർത്തിക്കുന്നത് ദൈവമാണ്. കണ്ടോ? ഞാൻ അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ഞാൻ പ്രസ്താവിക്കുകയാണ്. ഞാൻ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ റിലീസ് ചെയ്യുകയാണ്. ഈ പുറത്തു വന്നതിനെ കംപ്ലീറ്റ് ആക്കേണ്ട ഡ്യൂട്ടി ദൈവമാണ്. കണ്ടോ? അപ്പം പിശാച് ഇങ്ങനെ അത്രക്കായി എന്നെ ഇളക്കാറായോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നാൽ തമ്പുരാൻ പറയും, എൻ്റെ മകൻ എൻ്റെ മകള് പറഞ്ഞ വചനം അത് നിവർത്തിയാക്കുവാൻ ഞാൻ ഇറങ്ങി വരും.
ഞാൻ ചോദിച്ചോട്ടെ, സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി വന്നാൽ പിന്നെ ഏത് ലൂസിഫറാ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവ നിവൃത്തിയാക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ആര് യുദ്ധം ചെയ്യും? നിങ്ങൾ പറ, ആര് യുദ്ധം ചെയ്യും? ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ പോലും, ഫറവോൻ നമുക്കറിയാം അല്ലേ, ഫറവോൻ വലിയ മസിലൊക്കെ കാണിച്ചുകൊണ്ട് സൈന്യത്തെ ആയിട്ട് ഒരു വാള് പോലും കയ്യിലില്ലാത്ത ജനത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഫറവോനും സൈന്യവും തേരാളികളുമായിട്ട് ഇങ്ങ് വരിക. കൂടെ നിൽക്കുന്ന ജനമെല്ലാം പേടിച്ചു വിറച്ച്, എൻ്റെ ദൈവമേ, ഈ മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണ് മോശെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് മോശ പറഞ്ഞ, സഹോദരങ്ങളെ, ഇന്ന് കണ്ടത് നീ കണ്ടു, ഇനി നീ മേലാൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ല. കാര്യം യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഫറവോനോട് യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല, യഹോവയാ. കണ്ടോ, ഇത് നിങ്ങൾ മറന്നു പോകരുതേ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരു വിഷയം വന്നാൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ, എൻ്റെ ഡ്യൂട്ടി അന്യഭാഷ പറയുക, എൻ്റെ ഡ്യൂട്ടി ദൈവം എനിക്ക് തന്നിരിക്കുന്ന നാവിൻ്റെ കൂടെ വചനത്തെ പറയുക, എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുക. അല്ലാതെ ഞാൻ ബാലനാണ് പറഞ്ഞിരിക്കരുത്. ഓ, എൻ്റെ കുറവ് കൊണ്ടായിരിക്കും അനുഗ്രഹം കിട്ടാത്തത്. കണ്ടോ, എൻ്റെ വലിയ കുറവ്. ഇത് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമാണ്. നമ്മുടെ മിക്ക ആരാധന ആലയത്തിലെ ഒരു മെയിൻ പഠിപ്പീര, കുറവുകളൊക്കെ ഏറ്റുപറയണം, എന്നാൽ വചനം പറയും അതുമില്ല. ഈ കുറവുകൾ പറഞ്ഞു എത്ര വർഷമായിട്ട് വല്ല മാറ്റമുണ്ടോ? വല്ല മാറ്റമുണ്ടോ? ഈ കുറവ് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞ്, ഈ കുറവല്ല ഏറ്റു പറഞ്ഞിട്ട് വല്ല മാറ്റമുണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. കാര്യം എന്താണെന്നറിയാവോ? കുറവ് ഏറ്റു പറയും തോറും പിശാച് പറയും ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. കറക്റ്റാ, അതിനൊക്കെ കുറവുണ്ട്. പിശാച് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ആ കുറവ് കൊണ്ടാ. പക്ഷെ വചനം പറയുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ കുറവുകൾ അവിടെ പരിഹരിക്കപ്പെടും. എൻ്റെ ബലഹീനതകളുടെ മേൽ ബലം വ്യാപരിക്കും. കാര്യം ഞാൻ ആത്മീയ ഭക്ഷണം ഭക്ഷിക്കുകയാണ്. എൻ്റെ കുറവുകൾ തന്നെ നിരപ്പാകും. അറിയാവോ, ശിഷ്യന്മാരെല്ലാം കുറവുള്ളവരായിരുന്നു. പത്രോസ് ആരായിരുന്നു? കാര്യം മീൻപിടുത്തക്കാരായിരുന്നു. പക്ഷേ ഒരാളെ വെട്ടാൻ മടിയില്ലാത്ത ആൾ അറിയാവോ നിങ്ങൾക്ക്? പത്രോസ് ആരാന്നറിയാവോ? നമ്മളോർക്കും പാവപ്പെട്ട ആൾക്കാരാണ്, മീൻ പിടിക്കുന്ന ആളാണ്, പാവം, എന്ത് നല്ല മനുഷ്യൻ. പക്ഷെ ആരെങ്കിലും വാളുണ്ട് പ്രിയരെ. അതുകൊണ്ടൊരു പടയാളിയെ വെട്ടാൻ ധൈര്യം, നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് ഒരാളെ വെട്ടാൻ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഒരു വാളെടുത്ത് വെട്ടാൻ? ചോദിച്ചേ, ഒന്ന് പറഞ്ഞു. ഇല്ല. പക്ഷെ പത്രോസിന് ധൈര്യമുണ്ട്, നിസാരക്കാരനല്ല. നാട്ടിലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇച്ചിരി അറിയപ്പെടുന്ന ദേശക്കാരനാ പത്രോസ്. നമുക്കൊരാളെ ഉന്നാൻ എന്നാ പേടിയല്ലേ? പത്രോസിലേക്ക് ഒരു കുഴപ്പവുമില്ല. ഒരാളുടെ വെട്ടി ചെവി കളയാൻ പോലും, തല വെട്ടാൻ നോക്കിയതായിരിക്കും, ചെവി കൊണ്ടത് പോയതായിരിക്കും. അപ്പോൾ ഒരു പേടിയില്ലാത്ത ആളാ. എന്നുവെച്ചാൽ ഒരാൾ ഉപദ്രവിക്കാൻ പേടിയില്ല, ദേഷ്യക്കാരനാ പുള്ളി. ഇച്ചിരി പേടിത്തോണ്ടാലും ദേഷ്യമൊക്കെ ഉണ്ട് ഭയങ്കര. ആമേൻ. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ബൈബിൾ പറയുന്നു ആള് മാറാൻ തുടങ്ങി. കണ്ടോ, അവരവരുടെ കുറവ് പറഞ്ഞു. അയ്യോ കർത്താവ്, എനിക്ക് വെട്ടാൻ ഇച്ചിരി കുറവുണ്ട്, എനിക്ക് ആ കുറവുണ്ട്, അതൊന്നും അവർ പറഞ്ഞില്ല. അവർ ഉച്ചരിപ്പാൻ കൊടുത്ത് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അടുത്തത് വചനം പറയാൻ തുടങ്ങി. ഇത് യോവേൽ പ്രവാചകൻ പറയുന്ന വചനമാണ്. കണ്ടോ, ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബൈബിൾ പറയുന്നു അവർ 3000 പേര് അവിടെ സ്നാനപ്പെട്ടു. ഓ ഹല്ലേലൂയ. അപ്പോൾ 3000 പേര് അവിടെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ നിറവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുവാൻ തുടങ്ങി. നോക്കിക്കേ, ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേര് അവിടെ സ്നാനപ്പെട്ടു. കണ്ടോ, ആത്മാവിൻ്റെ നിറവ്. അന്യഭാഷ പറയണം, വചനം പറയണം. അവിടെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരെല്ലാം സ്നാനപ്പെടാൻ വേണ്ടി പോകും. അച്ചായൻ ഭവനത്തിൽ വളരെ, എൻ്റെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വരുന്നില്ല, എൻ്റെ മക്കൾ വിശ്വാസത്തിലേക്ക് വരുന്നില്ല, എൻ്റെ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നില്ല. ഞാൻ പറയുന്നു, ആ വീടിൻ്റെ അകത്ത് ആവശ്യമായിട്ട് ഘടകം എന്നാണെന്നറിയോ? ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കണം. ചിലത് ഇടിഞ്ഞു പോകേണ്ടതുണ്ട്, ചിലത് ഇടിയേണ്ടതുണ്ട്. നോക്കിക്കേ, ചിലത് ഇടിക്കുവാൻ, നിങ്ങളെ വാക്കുകൊണ്ടോ, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും. ഇപ്പം ഇതാരാ ചെയ്യേണ്ടത്? ഈ ഡ്യൂട്ടി ഇതെല്ലാം ചെയ്യേണ്ടത് ആരാ? ഒന്ന് പറഞ്ഞേ. കണ്ടോ, നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങൾ വചനം പറയുമ്പോൾ യഹോവ ജാഗരിക്കും. നിങ്ങൾ വചനം പറയുമ്പോൾ യഹോവ ജാഗരിക്കും.
യഹോവ ജാഗരിച്ചിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന വിലങ്ങ് തടികളെ തമ്പുരാൻ ഇടിക്കും. അവിടെ മാനസാന്തരമുണ്ടാകും, അവിടെ മാറ്റമുണ്ടാകും. കുടുംബത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയിൽ നടക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന ഈ ദിവസങ്ങളിൽ അന്യഭാഷ ഉയരട്ടെ. ദൈവം നമുക്ക് നാവ് തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാവിനെ തൊടുവാണെങ്കിൽ പുതിയ നിയമത്തിൽ അഗ്നി നാവ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ആരെയാണോ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നത്, ഉടനെ നമുക്കറിയാം, ഉടനെ ഇളക്കം തൊട്ട്. ഈ ഇളക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്, അച്ചായ ബ്രദറെ ഇത്രയും ദിവസം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അച്ചായൻ മദ്യപിക്കുകയാണെങ്കിൽ പോലും വലിയ പ്രശ്നമില്ലായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അച്ചായൻ അങ്ങോട്ട് ഭയങ്കര ഇളക്കം, ഇപ്പം ഇന്നലെ തല്ലി പൊട്ടിക്കാൻ നിൽക്കുന്നു, ഉടനെ അത് പൊട്ടിക്കാൻ നിൽക്കുന്നു, ഭയങ്കര വിഷയങ്ങളാണ് ബ്രദറെ. കണ്ടോ, ഇത് നല്ലത് പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരുന്നില്ലേ? കണ്ടോ, ഇത് തന്നെയാണ് മിസ്രൈം എന്ന് പറയപ്പെട്ട ഞാൻ പറഞ്ഞത്. അവിടെ ശവക്കല്ലറില്ലാഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഭയങ്കര സുഖമല്ലായിരുന്നു അവിടെ. ഇവരെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഫറവോനേക്കാൾ സുഖമാണെന്ന് ഇവരുടെ ചിന്തയിൽ. എന്തൊരു ഗതികെട്ട അവസ്ഥയായിരുന്നല്ലേ. മോശ പറഞ്ഞു, സഹോദരങ്ങളെ ശവക്കല്ലർ തപ്പി പോകാതെ ഇന്ന് കണ്ട മിസ്രൈമിന് നീ മുമ്പോട്ട് പോകുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ഇളക്കം തട്ടുമ്പോൾ, ചില വ്യക്തികൾ നമുക്ക് വിരോധമാകുമ്പോൾ ഉടനെ നമ്മൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യും. ആരോട് ഉടനെ ഏതെങ്കിലും ഉപദേശം തരും, കണ്ടോ സഹോദരി ഇത് പോരാട്ടമോ കേട്ടോ, ഈ കണ്ടോ സാത്താൻ നിങ്ങൾക്കെതിരെ നീ പ്രാർത്ഥിക്കണ്ട. ഉടനെ നമ്മൾ പെട്ടിയെല്ലാം മടക്കും. ഉടനെ ആ പൊങ്ങി വന്ന പിശാച് വേരോടെ പറയാൻ നിന്നിരുന്നായിരുന്നു. അവൻ ഉടനെ പറയും, നിർത്തിയ പരിപാടി, എന്നാൽ ഞാൻ ഇവിടെ ഇരുന്നോളാം. കണ്ടോ, ഒരു 5 ദിവസം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ അത് വേരോടെ പറഞ്ഞു പോവുകയും അച്ചായ മാനസാന്തരപ്പെടുകയും നാളെ ആലയത്തിൽ വന്നേനെ, ആ തലമുറ കൂടെ ആരാധിക്കാൻ വന്നേനെ. പക്ഷെ നമ്മൾ 3-ാം ദിവസം ഇളകിയപ്പോൾ പരിപാടി നിർത്തി. അവൻ്റെ വേര് പറയാൻ സമ്മതിച്ചത്. നോക്കിക്കേ, ഇടിക്കുവാനും പൊളിക്കുവാനും ഉന്മൂലന നാശം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഭവനത്തിൻ്റെ അകത്ത് നമ്മുടെ ആരാധന ഉയരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആരാധന, ഞാൻ ആലയത്തിൽ പോയ ബ്രദർ എന്നോ ആരാധന എന്നറിയാവോ, പക്ഷെ ഭവനത്തിലുണ്ടോ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ആരാധന? അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സുവിശേഷം പ്രസംഗിക്കണം ഭവനത്തിൻ്റെ അകത്ത്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം പറയുമ്പോൾ തന്നെ കുടുംബത്തിൻ്റെ അകത്ത് വ്യത്യാസം വരും. അടുക്കളയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറ, യേശു കാൽവരി ക്രൂശിൽ പിശാചിൻ്റെ തല തകർത്തിരിക്കുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചിരിക്കുന്നു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. രോഗത്തിനോ ശാപത്തിനോ കഷ്ടതയ്ക്കോ ദുരിതത്തിനോ ദാരിദ്ര്യത്തിനോ എൻ്റെ കുടുംബത്തിൽ അവകാശമില്ല. എൻ്റെ ഭവനം ലോകത്തിന് വെളിച്ചമാണ്. എൻ്റെ ഭവനത്തിൽ അനേകർ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നേടും. എൻ്റെ തലമുറകൾ പ്രാർത്ഥിക്കുന്നവരായിത്തീരും. എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിത്തീരും. എൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനമെന്ന് അറിയപ്പെടും. ഓ യേശുവേ, ആ ഭവനത്തിൻ്റെ അകത്തോട്ട് ആ കറി അരിയുമ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ വിളിച്ചു വചനം പറ. വചനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, എന്നാ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. പൗലോസ് ലീഗ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു നദീ തീരത്ത് നിന്നുകൊണ്ട് വചനം പറയുക. ബൈബിൾ പറയുന്നു, ത്വയത്തേര പട്ടണക്കാരിയായ ലുദിയായുടെ ഹൃദയത്തെ വചനം കേൾക്കേണ്ടതിന് തമ്പുരാൻ തുറന്നു. കണ്ടോ, പൗലോസ് പറയാം സഹോദരിമാരില്ല എന്നുള്ളത്. അവിടെ നിന്നുകൊണ്ട് എന്താ തുണി അലക്കിക്കൊണ്ടിരിക്കുക, ഞാനിതിന് അവിടെ പോയിട്ട് വചനം പറയുന്നത്. പൗലോസ് സഹോദരിമാർ തുണി അലക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് വചനം പറയുമ്പോൾ അവിടെ ലുദിയായുടെ ഹൃദയത്തെ തമ്പുരാൻ തുറന്നു. കണ്ടോ, അപ്പോൾ ഒരാൾ വീടിൻ്റെ അകത്ത് പറയാനുണ്ടെങ്കിൽ തമ്പുരാൻ തുറക്കും ഹൃദയത്തെ. എന്നാൽ ആദ്യം പറയും ഒന്ന് നിർത്താവോ എന്നൊക്കെ പറയും. നിർത്തരുതേ, അത് പിശാചിൻ്റെ ആഗ്രഹമാണ്. നിർത്ത്. അവൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വാളെടുത്ത് വെട്ടും. അവൻ ആരുടെയെങ്കിലും ഹൃദയത്തെ കവർന്നെടുത്തോട്ട് എന്ത് ചെയ്യും, പറയും ഒന്ന് നിർത്താവോ. ഉടനെ നമ്മൾ പറയും, എൻ്റെ ബ്രദറെ എന്നാ സ്നേഹമായിരുന്നു അച്ചായനോട്, പക്ഷേ അച്ചായൻ ഇപ്പോൾ ഭയങ്കര എതിർപ്പ്. അച്ചായനല്ല എതിർക്കുന്ന പ്രിയരെ, അച്ചായൻ്റെ അകത്തിരിക്കുന്ന അല്ലെങ്കിൽ അമ്മാമ്മയുടെ അകത്തിരിക്കുന്ന മക്കളുടെ അകത്തിരിക്കുന്ന ദുരാത്മാവ് എതിർക്കുന്നതാണ്. നിങ്ങൾ നിർത്തരുതേ. ഇടിക്കുവാനും പൊളിക്കുവാനും ഉന്മൂലനം ചെയ്യുവാനും നിങ്ങൾ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങളെ വാക്കുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, നിങ്ങളെ വാക്കുകൊണ്ടോ, നിങ്ങളെ വാക്കുകൊണ്ടോ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവരിങ്ങോട്ട് വരിക്കുക. ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഇത്രയും നേരം യേശുവിനെ ശിഷ്യന്മാരെ കൊല്ലാൻ നിന്ന യഹൂദന്മാരുടെ കാര്യം പറയുന്നത്. യേശുവിനെ ശിഷ്യന്മാരെ ഇപ്പം കിട്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുക ഇവരെല്ലാം. ഉടനെ വചനം പറയുന്നു, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്.
ഹല്ലേലൂയ. അവർ ഹൃദയത്തിൽ എന്തുകൊണ്ട് അവർ ഹൃദയത്തിൽ വാക്കുകൊണ്ട് 37 അപ്പോസ്തലപ്രവൃത്തി 2:37 അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ആര് കുത്തി? ഒന്ന് പറ, ആര് കുത്തി അവർ ഹൃദയത്തിൽ? പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു കുത്തു കൊടുത്തു. അതുവരെ എതിർത്തിരുന്ന, ശിഷ്യന്മാരെ കൊല്ലാൻ നിന്നിരുന്ന യഹൂദന്മാരുടെ പടമൊത്തവും കുത്തുകൊണ്ടവരായി. വചനം പറയുന്നു, പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാർ സഹോദരന്മാരെ അതുവരെ അവരെ കൊല്ലാൻ നിന്നവർ പറയാം, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. ഉടനെ പത്രോസ്ലീഗ പറയാം, കണ്ട ഇനി നീ മാനസാന്തരപ്പെടും. ഓൾറെഡി മാനസാന്തരപ്പെട്ടു. എന്നാൽ ആദ്യ സമയങ്ങളിൽ പറയുകയാണ്, മാനസാന്തരപ്പെട്ട് നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ക്രിസ്തുയേശുവിന്റെ നാമത്തിനായി സ്നാനം വെക്കണ്ടോ. എന്ത് സിമ്പിളായിട്ടാണ് സ്നാനം നടന്നത്. അവിടെ പോയി മൽപ്പിടുത്തം നടത്തിയില്ല, ഒന്നും ചെയ്തില്ല, അന്യഭാഷ പറഞ്ഞു. അന്യഭാഷ പറഞ്ഞപ്പോൾ അവിടെ വന്നിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ശ്രദ്ധയെ ദൈവം തിരിച്ചു. അപ്പം അന്യഭാഷയുടെ പ്രാധാന്യം കണ്ടോ. ഒന്ന്, ദൈവം നമുക്കൊരു നാവ് തന്നിരിക്കുന്നു. ഈ നാവ് കൊണ്ടാണ് നാം അന്യഭാഷ പറയുന്നത്. രണ്ട്, വചനം പറയുമ്പോൾ നിങ്ങൾ ഇടിക്കുകയാണ്, പൊളിക്കുകയാണ്, നിർമൂലനം ചെയ്യുകയാണ്, പണിയുകയാണ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയത്തില്ലേ, എന്ത് തലപോകുന്ന വിഷയത്തിൻ്റെ അകത്തിരുന്നാലും ആദ്യം ചെയ്യേണ്ടത്, ജോലിയൊക്കെ ഉണ്ടോ, ഒരു ദിവസം ലീവ് എടുക്കുക, ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യ്. ഭവനത്തിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട്, കുടുംബത്തിൻ്റെ അകത്ത് എല്ലാവരും വന്നില്ലെങ്കിൽ, ഒറ്റയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് ആ ദിവസം മൊത്തവും ആത്മാവിൽ യുദ്ധം ചെയ്യുക. അന്യഭാഷ പറയുക, വചനങ്ങൾ പറയുക, അന്യഭാഷ പറയുക, വചനങ്ങൾ പറയുക. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നശിപ്പിപ്പാനും പൊളിക്കുവാനും നിർമൂലമാക്കുവാനും ചെയ്യുന്ന ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ സ്തുതിയപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവ്. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവേ, ഇന്ന് ലൈവിലെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിലൂടെ പ്രാർത്ഥനയിൽ പ്രവേശിപ്പാൻ. ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഇന്ന് ദൈവത്തിൻ്റെ ഭാഷാ വരം എല്ലാവരും അന്യഭാഷ പ്രാപിക്കണം. അന്യഭാഷയെ നിസാരമായി ഞങ്ങൾക്കൊന്നും ഇല്ല ബ്രദറെ, നല്ല നമുക്ക് അന്യഭാഷ വേണം. അന്യഭാഷാ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർന്നിരിക്കണം. നിങ്ങൾ അന്യഭാഷ കൂടുതൽ പ്രാർത്ഥിക്കണം. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത്, കൂട്ട സ്നാനങ്ങൾ നടക്കും. അന്യഭാഷ മാത്രം പറഞ്ഞാൽ പോരാ, അന്യഭാഷ പറയുകയും കർത്താവിൻ്റെ വചനം പറയണം. രണ്ട്, നിങ്ങളുടെ കുറവുകൾ പറയരുത്. അയ്യോ ബ്രദറെ, ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയല്ല. നമ്മുടെ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം? എൻ്റെ പ്രിയരെ, നിർത്ത് പരിപാടി. കർത്താവിൻ്റെ വചനം പറ. നിങ്ങളുടെ കുറവുകൾ തന്നെ പരിഹരിക്കപ്പെടും. ആത്മാവിൽ നിറയുക. നിങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ തമ്പുരാൻ നികത്തും. നമുക്ക് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടായേക്കാം, ബലഹീനത ഉണ്ടായേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ വർദ്ധിക്കും തോറും നിങ്ങൾ ആള് മാറിയ വ്യക്തിയാക്കി ദൈവം നിങ്ങളെ പണിതെടുക്കും. നമ്മുടെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, നമുക്ക് ബലഹീനത പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അറിയാമോ നിങ്ങളെ, ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് പല വിശ്വാസികളുടെയും ധൈര്യമെല്ലാം ചോർന്നു പോയി. അറിയാവോ, നമ്മൾ പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ നമുക്ക് പേടിയാ. അയ്യോ കർത്താവ്, ചിലപ്പോൾ എൻ്റെ കുറവ് യുദ്ധം ചെയ്യേണ്ട ആൾ പേടിച്ചിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ, എൻ്റെ കുറവ് കൊണ്ട് പിശാച് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വെച്ചു, അല്ലെങ്കിൽ ദൈവം എന്നെ കണ്ടില്ല. നമ്മളിന്നെ കരയുമ്പോൾ ഏതോ ദിവസം പറയാം, അതും നിൻ്റെ കുറവ് കൊണ്ടാണ് നീ രക്ഷപ്പെടാത്തത്, കണ്ടോ? കർത്താവേ, എൻ്റെ കുറവൊക്കെ ക്ഷമിക്കണമേ. ദിവസവും പറഞ്ഞ് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. പകരം ഇത് യുദ്ധമാണെന്ന് പറയണം. ഞാനിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ അകത്തായിരിക്കുകയാണ്. ഉടനെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആയുധം എടുക്കണം. ആത്മാവിൻ്റെ ആയുധമായ വചനം, ആത്മാവിൻ്റെ ആയുധമായ പ്രാർത്ഥന, ഇതെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുക. എത്ര നേരം യുദ്ധം ചെയ്യണം ബ്രദറെ? ഈ വിഷയം അത്ഭുത സാക്ഷ്യമാകുന്നത് വരെ, ഈ വിഷയം അത്ഭുത സാക്ഷ്യമായി വരുന്നത് വരെ ഞാൻ ആത്മാവിൽ യുദ്ധം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യം കാണും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഞാൻ കാണും എന്ന് വാശിയുള്ളവരായിട്ട് മാറണം. നമ്മളെ കുറ്റപ്പെടുത്തുവാൻ, പരിഹസിക്കുവാൻ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടേക്കാം. പക്ഷെ ബൈബിൾ പറയും, നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ കുത്തുകൊള്ളും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടും. കൂട്ട മാനസാന്തരമുണ്ടാകും. കൂട്ട സ്നാനങ്ങൾ നടക്കും. അപ്പം വചനം പറയണം കേട്ടോ. നന്മയെ വിളിച്ചു വരുത്തണം. നന്ദി യേശുവേ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്
ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ആ രോഗശക്തികളെ പിടിച്ചു കെട്ടുവാണപ്പ. സകല പൈശാചിക നുഖങ്ങളെ ഞങ്ങൾ പിടിച്ചു കെട്ടുന്നപ്പ. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾ ജീവനിൽ വാഴും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ റിലീസാവുകയാണ്. അത്ഭുതങ്ങൾ റിലീസാകുകയാണ്, അത്ഭുതങ്ങൾ റിലീസാകുകയാണ്. ശരീരത്തിൻ്റെ അകത്തുനിന്നും മുഴകൾ അപ്രതീക്ഷമാകും. അപ്പോൾ കൈയെടുത്ത് വെച്ചു. ഓ യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഈ രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു മാർച്ച് മാസം എന്നെ എടുത്ത് ആ ഭവനത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ മാർച്ച് മാസവുമായിട്ട് ബന്ധം ആ കുടുംബത്തിൽ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനം ഈ രതീഷുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേലിൽ നിന്നും പിശാചിൻ്റെ പ്രവൃത്തികൾ വിട്ടു മാറുന്നു. ആ കുടുംബം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി പറയാൻ വേണ്ടിയാണ്. എന്റെ മോനെ ഡാനിഷാണ്. മാർച്ച് 15 അവന്റെ ബർത്ത്ഡേ. അവന് വല്ലാതെ കഷ്ടത്തിൽ കിടക്കത്ത് പോയത്. ഓ യേശുവേ. ഈ രതീഷാണ് മോൻ. മാർച്ചിലാണ് ജനിച്ചിരിക്കുന്നത് അല്ലേ? ബാക്കി ഒരു മിനിറ്റ്. ആ സഹോദരി അല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററുടെ പേരെങ്ങനെയാ? ഞാൻ സഹോദരിയെ മാത്രം മ്യൂട്ട് മാറ്റാം. സൂസൻ. ഓക്കെ. സിസ്റ്ററുടെ മകന്റെ പേര് രതീഷ് എന്നാണ്. ജനിച്ചത് മാർച്ചിലാണ്. ഞങ്ങളുടെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പാണ്. ഇന്ന് അവന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് പറയുന്നത് പിശാചിന്റെ പ്രവർത്തികളെ തമ്പുരാൻ അഴിക്കുവാന്നാ പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്ന് അത്ഭുതകരമായ പ്രവർത്തികൾ അവിടെ സംഭവിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് രതീഷിന്റെ ശരീരത്തിന്റെ മേൽ, അവന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. നന്മ അവിടെ വെളിപ്പെടട്ടെ, നന്മ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അഭിഷേകം ചെയ്തിരിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് തമ്പുരാൻ വെളിപ്പെടുത്തുക. നന്ദി യേശുവേ, നന്ദി കർത്താവ്. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ നിന്നുമുള്ള രോഗബന്ധനങ്ങൾ, നാളുകളായിട്ടുള്ള ഈ എരിച്ചില് പോലത്തെ ചില ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെ ഭയങ്കര എരിച്ചില് പോലെ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, നാളുകളായിട്ട് ആ പ്രയാസമുണ്ട്. നല്ലപോലെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അകത്ത് ഉൾഭയമുണ്ട്, രോഗമുണ്ടെന്ന് പറയണ്ട. കൈയെടുത്ത് വെച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ കൽപ്പിക്കുകയാണ്, ഇനി മേലാൽ ആ രോഗം നിങ്ങളെ വാഴത്തില്ല. യേശു ജീവിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ദിവ്യാരോഗ്യം നമ്മുടെ അവകാശമാണ്, ആരോഗ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്, സമൃദ്ധി നമ്മുടെ അവകാശമാണ്, ഉയർച്ച നമ്മുടെ അവകാശമാണ്. യേശുവേ, in the name of Jesus Christ, in the name of Jesus Christ. ഒരു മിനി എന്ന് പറയുന്ന സഹോദര കുടുംബത്തിൽ 1986 ഏപ്രിൽ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഒരു മിനിയുടെ ഭവനത്തിൽ 1986 ഏപ്രിൽ മാസവുമായിട്ട് ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് പറയുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ഭവനത്തിൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആരാണോ ആ ഭവനം, ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ ആ നന്മയെ തുറക്കുന്നപ്പ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ.
കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി വേർതിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവരാണോ മൈക്ക് മ്യൂട്ടി മാറ്റി വെച്ചിരിക്കുന്നത്? അല്ല എങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. എന്റെ മോൻ ഏപ്രിൽ മാസത്തിലുള്ളതാണ്, ഏപ്രിൽ 26. സിസ്റ്ററെ, ഈ മിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് കാണിക്കുന്നത്. 1986 ഏപ്രിൽ മാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭവനമാണ് കാണിക്കുന്നത്. ആ വ്യക്തിയുടെ ഭവനം ഏതാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അടയാളങ്ങൾ വെളിപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ ഇതിനെ പ്രതികരിക്കാനേ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ എന്നെ കർത്താവ് ഒരു ഭവനം കാണിക്കുക. ഈ ഒരു ചെറിയ കുറേ കാലം മുമ്പ് അതൊരു ഇടുങ്ങിയ വഴിയായിരുന്നു. ഇപ്പോൾ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തൊരു വീട്ടിലേക്കുള്ള വാതിലാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് ഈ ചാമ്പയെന്ന് പറഞ്ഞൊരു ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ. ചാമ്പയെന്ന് പറഞ്ഞ നമ്മുടെ പല ഭാഷക്കാരായതുകൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ചാമ്പങ്ങ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. അത് ഉള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ വഴിക്കൊക്കെ വ്യത്യാസം വന്നായിട്ട് ഞാൻ കാണുന്നത്. ഈ ഒരു അടയാളം കയറി വലതുവശത്താണ് വീട്. ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ചാമ്പയുടെ മരം കാണുന്നു. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്ന ഒരു സമയത്ത് എനിക്ക് വളരെ പരിചിതമായ ഒരു ഭവനവുമായിട്ട് വളരെ ഷെയ്പ്പുള്ള ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. അവിടെ ഞാൻ കാണുന്നൊരു കാഴ്ച 1, 2, 3 തലമുറകളുള്ളൊരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്തു നിന്നും രോഗശക്തികൾ വിട്ടുമാറുന്നതായിട്ട് കർത്താവിനുള്ളത്തിൽ പറയുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഏതാണോ, ഈ അടയാളം വെളിപ്പെട്ട വ്യക്തി ഏതാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോടെ. പറഞ്ഞു ബ്രദറെ, പനനീർ ചാമ്പയാണോ? ഈ ചാമ്പ ഇതെന്തുവാ നിങ്ങളുടെ അവിടെ എങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല. ഈ ഭവനമായിട്ടാണ് അടയാളം. 3 തലമുറകളുണ്ട്. ഈ പറഞ്ഞ പോലെയാണ് വീടിന്റെ അടയാളം ഇരിക്കുന്നത്. എന്നാ കുടുംബത്തിന്റെ വന്നിട്ടുണ്ട്. ആ വഴിക്ക് നേരത്തെ ഇടുങ്ങിയ വഴിയായിരുന്നു. അതിപ്പോ വെട്ടിയതാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ ഉള്ളത്തിൽ കാണിക്കുക. ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി, പ്രത്യേകിച്ച് തലമുറകളുടെ മേലേക്കും ബാധിക്കാൻ നോക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. ആ കുടുംബത്തിന്റെ മേൽ ഉന്നം വെച്ച് നിൽക്കുന്നതെല്ലാം വിട്ടുമാറുക. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ദൈവപ്രവൃത്തി ഏറ്റെടുത്തു. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ കൃപ പെരുകുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ ഇന്ന് സംഭവിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ കൃപ പെരുകുന്നല്ലോ. ഈ കൈയുടെ ഈ ബാക്ക്, അതായത് നമ്മുടെ കൈയുടെ ഈ മുട്ടുവശമുണ്ട്, കൈമുട്ടുണ്ടല്ലോ, കൈമുട്ടിൻ്റെ അവിടെ ഈ നീരോ വേദനകളോ പോലെ അനുഭവിക്കുന്ന ചില സമയത്ത് വല്ലാത്ത രീതിയിൽ അതിനെ നമുക്ക് വേദന എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ കഴിച്ചു പൊട്ടുന്നത് പോലെ ചില അനുഭവങ്ങൾ വരുന്ന, മരവിപ്പുകൾ വരുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടോ? ആ ഭാഗങ്ങളിലായിട്ട് ഇറങ്ങി വന്നിട്ട് ചില സമയത്ത് വേദനിക്കും. രണ്ട് മുട്ടിനുണ്ട് ബ്രദറെ. പാസ്റ്ററെ എങ്ങനെയുണ്ട് പാസ്റ്ററെ? മതിമോനെ വെച്ചേ കൈയെടുത്ത് വെച്ചിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആ വേദന ഉള്ളവരെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കൂടെ കൽപ്പിച്ച് ഞാൻ എൻ്റെ ശരീരം രോഗത്തെ ചുമക്കുന്ന ശരീരമല്ല. ഉറക്കെ പറ, എൻ്റെ ശരീരം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ചു. എൻ്റെ ശരീരം രോഗം ചുമക്കാനുള്ള ശരീരമല്ല. എൻ്റെ ശരീരം വേദന ചുമക്കാനുള്ള ശരീരമല്ല. ഞാൻ യേശുവിനെ ചുമക്കുന്ന ശരീരമാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ രോഗത്തെ അല്ല, സൗഖ്യത്തെ ചുമക്കുന്നു, അത്ഭുതത്തെ ചുമക്കുന്നു. ഇപ്പോൾ തന്നെ കൈകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ തീ കത്തട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. കൽപ്പിച്ചേ
Oh Shama Kana Sike Nate Riandere, in the name of Jesus Christ, in the name of Jesus Christ, in the name of Jesus Christ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ ശാഖന റിയാന്തരെ സൗഖ്യത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, ഹീലിംഗ് അനോയിന്റിംഗ്, ഞങ്ങളെ രോഗശക്തിയെ പുറത്താക്കുന്നു. ആ വേദനയോട് കൽപ്പി ഇറങ്ങിപ്പോയ യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളുടെ ശരീരം വേദനയ്ക്കുള്ളതല്ല, അത്ഭുതത്തിനുള്ളതാണ്. ഓ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ കൃപ കൃപ കൃപ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇനി ആ പ്രാർത്ഥിച്ച ആളുകള്, പ്രാർത്ഥിച്ച സൗഖ്യത്തെ സ്വീകരിച്ച ഒരു കൈ ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദനയുള്ള ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്തേ. കർത്താവിന്റെ അത്ഭുതം അവിടെ ഒന്ന് ചെക്ക് ചെയ്തേ. ആ രോഗമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്തേ എന്താണ് നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ഇപ്പൊ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ മാത്രം മ്യൂട്ട് മാറ്റിക്കേ. ബ്രദർ ഇപ്പൊ അവിടെ ആ നീരുണ്ടെന്ന് തോന്നുന്നുമില്ല, ആ വേദന ഡിസപ്പയർ ആയിപ്പോയി. ആ വേദന രണ്ട് കൈയുടെ. അതായത് ഇത്രയും നേരം സിസ്റ്റർക്ക് അവിടെ എന്തുണ്ടായിരുന്നു? നീരുണ്ടായിരുന്നു. അതുണ്ടല്ലോ പാസ്റ്റർ, എന്നെ ഇങ്ങനെ രാത്രി വന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിൽ മുഴുവൻ നീര് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 3-4 ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ പാസ്റ്റർ ഈ സൂം മീറ്റിംഗിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൈയും കാലിനും ഒക്കെ വിടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത് സിസ്റ്റർ? കയ്യിൽ നീരുണ്ടായിരുന്നു. എന്റെ 2 മുട്ടിനും കൈമുട്ടിനും ഉണ്ടായിരുന്നു പാസ്റ്റർ, നല്ല നീരും വേദനയും ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? അത് കാണുന്നില്ല, അത് ഡിസപ്പയർ ആയിപ്പോയി. വേദന അവിടെ ഇല്ല. വേദനയും മാറി. ഇല്ല, വേദനയില്ല, ആ നീരും കാണുന്നില്ല. ഓ നന്ദി യേശുവേ. ഇപ്പൊ വേദനയില്ല. സിസ്റ്റർ പറഞ്ഞത് നീരും ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു 2 കൈമുട്ടയിലും. പക്ഷെ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ വേദന മാറി, കർത്താവിന്റെ അത്ഭുത കരം അവിടെ സംഭവിച്ചിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ വലിയ അത്ഭുതമാണ്. നീര് പറ്റിപ്പോയി, കണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നീരും പറ്റി, വേദനയും മാറി, കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞാട്ടെ, മറ്റാരെങ്കിലും? ഇനി ചെക്ക് ചെയ്തേ ശരീരത്തിന്റെ മേൽ ഇന്ന് ഈ രോഗമുണ്ടെന്ന് പറഞ്ഞു വരുന്നത് ചെക്ക് ചെയ്തേ. കൈ അവിടെ പിടിച്ചു നോക്കിക്കേ, ഒന്ന് തിരിച്ചു മറിച്ചു നോക്കിക്കേ, എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നു ചെക്ക് ചെയ്തേ. എത്ര പേര് പ്രാർത്ഥിച്ചു? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥിച്ചവര് മാത്രം മ്യൂട്ട് മാറ്റിക്കേ. പ്രാർത്ഥിച്ചിട്ട് എന്നാ അവിടെ വ്യത്യാസം കാണുന്നത്? ഇപ്പൊ വേദന അവിടെ ഇല്ല. ഓ സ്വോത്ര 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 യേശുവേ. മറ്റാരെങ്കിലും? താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഹലോ ബ്രദറെ, എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡ്. വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്. ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചെന്റെ ഇപ്പൊ അത്ഭുത സൗഖ്യം തന്നു. ഇപ്പൊ വേദന ഇല്ല അവിടെ. വേദനയില്ല. നന്ദി യേശു, ഞങ്ങളുടെ അത്ഭുതത്തിന് നന്ദി. അപ്പൊ അടുത്ത ആള് നോക്കി ഒന്ന് ചെക്ക് ചെയ്തേ. ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. യേശു നമ്മുടെ രോഗത്തെ വഹിച്ചതാണ് പ്രിയരെ. ഒരു മടിയും വേണ്ട. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഒന്ന് ചെക്ക് ചെയ്തേ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ പറഞ്ഞോ. ഫ്രഷ് നോട്ട് പാസ്റ്റർ 2 ദിവസമായിട്ട് എന്റെ 2 കൈയുടെ മുട്ടിനും വേദനയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചതിനിപ്പോ ഇപ്പൊ ഒന്ന് മാറി. ഓ യേശു, ഇപ്പൊ വേദന ഇല്ല, ഒരു കുഴപ്പമില്ല. കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്തല്ലോ. ആമേൻ. മറ്റാരെങ്കിലും അടുത്ത ആള്? എത്ര നാട്ടിലുള്ള വേദനയായിരുന്നു? ഓ 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദന. ഇതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? എനിക്ക് തോന്നുന്നു ഈ 16-20 വർഷമുള്ള ആൾക്കാർ വേദന മാറുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. എനിക്ക് വേദന ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയരെ, കർത്താവിന് മഹത്വം കൊടുത്ത് സന്തോഷത്തോടെ നമ്മൾ പറയണം. ഇപ്പൊ സിസ്റ്റർ വേദന അവിടെ ഇല്ല, പൂർണ്ണമായിട്ടും മാറി. നന്ദി യേശുവേ. അടുത്തയാള്? എന്റെ ഇടത്തെ കൈ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പൊങ്ങാനൊക്കെ, നീരും വേദനയുണ്ടായിരുന്നു. അതിപ്പോ ഇല്ല. പിന്നെ നടുവിന് പിന്നെ നട്ടെല്ലിന് അസ്ഥി പൊടിയുന്നുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ കയ്യിന്റെ എല്ലാം മാറി. നന്ദി യേശുവേ. ഞങ്ങളുടെ വലിയ കൃപയ്ക്ക് സൗകര്യം. നീരും എത്ര നാളായിരുന്നു ബുദ്ധിമുട്ടായിരുന്നത്? കുറച്ച് കാലങ്ങളായതാ. ഇപ്പൊ വേദന അവിടെ ഇല്ല. ഓ യേശു, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലസ് യു. ആമേൻ.
ഹലോ ഹലോ ബ്രദർ. പറഞ്ഞോ പറഞ്ഞോ. എനിക്ക് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, കുറച്ചൊരു 5-6 വർഷമാവും വേദന. ഇന്നിപ്പോ ഈ പ്രാർത്ഥനയിൽ ഞാൻ ബ്രദർ പറഞ്ഞ പോലെയൊക്കെ പ്രാർത്ഥിച്ചു, വലിയൊരു അനുഗ്രഹം നടന്നു ബ്രദർ. ഇപ്പൊ ഷോൾഡറിന് പെയിൻ ഇല്ല? വേദന ഇത് വലിയൊരു അത്ഭുതമാണ്. 5-6 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു ഷോൾഡറിന് രോഗസൗഖ്യം. നമ്മൾ രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയും. ഇതിന്റെ തെളിവാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് വ്യക്തി ആയിക്കോട്ടെ പറഞ്ഞോണേ, പരിശുദ്ധാത്മാവേ ഇന്ന് കർത്താവ് എൻ്റെ യേശു എൻ്റെ നമ്മളെപ്പോഴും ഓർത്താം, നമ്മുടെ രോഗം ചുമക്കാനുള്ളവരല്ല നമ്മൾ. യേശുവിനെ എപ്പോഴും പറയുന്നത് കേട്ടോണേ, രോഗമല്ല നമ്മുടെ അവകാശം, സൗഖ്യമാണ് നമ്മുടെ അവകാശം. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഇതിന് ശേഷം നമ്മുടെ സാക്ഷ്യത്തെ വീണ്ടും ചോദിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറയാനുള്ളവരെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് ഇതിന് ശേഷം സൗഖ്യം നടന്നുകൊണ്ടിരിക്കും ഇപ്പോഴും. ഇതിനുശേഷം ഞാൻ ചോദിക്കും. അതുകൂടാതെ 1983 ജനിച്ചൊരു വ്യക്തി, ഞാൻ കാണുന്ന ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. 83 എന്നുള്ള ഡേറ്റ് കാണിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജനന ദിവസം ഒരു ജൂൺ മാസമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. 1983 ജൂൺ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി പറയാൻ വേണ്ടിയാണോ? ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തി ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുക, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുക. ആ തടസ്സം ഇപ്പോൾ നീങ്ങുകയാണെന്ന് കർത്താവ് പറയുന്നു. ഒരു തുറന്ന പുസ്തകം പോലെ, ഒരു പുസ്തകത്തിൽ നമ്മൾ എഴുതി തുടങ്ങുന്നത് പോലെ ആ വ്യക്തിയുടെ ഭാവി ദൈവത്താൽ എഴുതപ്പെടാൻ വേണ്ടി പോവാണേ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ കൃപ പെരുകുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ കൃപ അവിടെ വെളിപ്പെടുന്നല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്ന കൃപയ്ക്ക്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബത്തിൻ്റെ അകത്തൊരു കർത്താവ് ഒരു അടയാളം കാണിക്കുന്നു. ഒരു ജോബി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ ജോബിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യുകയാണ്. ഈ ജോബിയുടെ അടുക്കൽ നിൽക്കുന്നതായിട്ട് ഏപ്രിൽ മാസത്തിൽ രാത്രിയിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക, ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ജോബിയുടെ ഭവനത്തിൽ ഏപ്രിൽ മാസം രാത്രിയിൽ ജനിച്ച ഒരു വ്യക്തിയെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. ഒരു അടയാളമാണിത്, ജനിച്ച ദിവസത്തിൻ്റെയോ ഒന്നും വിഷയം പറയാൻ വേണ്ടിയല്ല, ഒരു അടയാളം കാണിക്കുന്നു. ആ ജോബിയുടെ ഭവനത്തിൽ ആരാണോ ഏപ്രിൽ മാസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലാത്തവരെല്ലാം എന്റെ ബ്രദറാണ് ജോബി. ഞാന് ഏപ്രിലാണ് ജനിച്ചത്. ഏപ്രിൽ 3-ാം തീയതി ഞായറാഴ്ച വെളുപ്പിനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, രാത്രിയിലാണ്, വെളുപ്പിന് 4 മണിക്ക് എങ്ങാണ്ട. അത് ഇരുട്ടുള്ള സമയത്ത് തന്നെയാ? അതെ അതെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ് തൊടുക കേട്ടോ. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇന്ന് ആ സഹോദരനെ ദൈവം അനുഗ്രഹിക്കുകയും, എങ്ങനെ അനുഗ്രഹിക്കുന്ന അറിയാവോ സഹോദരി? നിങ്ങളിലൂടെ സഹോദരനെ ദൈവം തൊടാൻ വേണ്ടി പോവാ. ആദ്യം ദൈവം നിങ്ങളൊരു അനുഗ്രഹമാക്കും. നിങ്ങളുടെ അനുഗ്രഹം ആ വ്യക്തിയുടെ മേൽ പകരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം ഇന്ന്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു സിസ്റ്ററെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുന്ന സമയമാണല്ലോ, വൻ കാര്യങ്ങളെ ചെയ്യുന്ന സമയമാണല്ലോ, വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുന്ന സമയമാണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ പ്രവൃത്തികളെ ചെല്ലുന്ന സമയമാണ്, വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ ഈ സമയത്ത് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകളൊന്നും കമൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇടപെടുന്ന സമയമാണ്. നമ്മുടെ ലൈഫിനെ ദൈവം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓ യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അടയാളമായിട്ട് കാണിക്കുക. ഒരു വ്യക്തിയുടെ ബാഗിൻ്റെ അകത്ത്, ചെറിയ ബാഗിൻ്റെ അകത്ത് പൊട്ടിയെപ്പോയ ഒരു മാല.
അത് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ബാഗ് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. പൊട്ടിയൊരു മാലയാണ്, ആ ബാഗിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ എം എന്ന് പറയുന്ന ഒരക്ഷരത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എം എന്ന് പറയുന്ന ഒരക്ഷരം ഞാൻ ആ ഒരു ഭവനത്തിൻ്റെ മേൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എം എന്ന് പറയുന്ന അക്ഷരം ആ ഭവനത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടയാളം ഉള്ള വ്യക്തി ഏതാണോ, ഈ പൊട്ടിയ മാല ഇട്ടിരിക്കുന്ന അടയാളമുള്ള വ്യക്തി ഏതാണോ, ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ വ്യക്തി ഏറ്റെടുത്തോണേ. ഈ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പാ. നന്ദി കർത്താവേ. ആ വ്യക്തി മാത്രം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുന്നു. ആ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു. അത്ഭുതകരമായ പ്രവൃത്തികളെ സ്വർഗം ഇന്ന് തുറക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അതോടൊപ്പം തന്നെ ഈ ജൂലൈ മാസം 4 പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ ബാഗിലാണ് ഈ പൊട്ടിയ മാല കിടക്കുന്നത്. പ്രൈസ് ലോർഡ് ബ്രദർ. കേൾക്കുന്നുണ്ട് സിസ്റ്റർ, സിസ്റ്ററുടെ ബാഗിലാണ് കിടക്കുന്നത്. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദർ. അതെ അതെ, എന്റെ അമ്മയുടെ പേരാണ് മറിയക്കുട്ടി. മറിയക്കുട്ടി എന്നുള്ള അല്ലേ സിസ്റ്ററുടെ ഭവനത്തിൽ. സിസ്റ്ററുടെ ഈ ബാഗ് ഞങ്ങൾ വല്ലതും കാണാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു കാര്യമില്ല, എന്റെ വീട്ടിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്ന് സഹോദരി കർത്താവിന് തൊടുക കേട്ടോ. ഇന്ന് ആ ജീവിതത്തിൻ്റെ അകത്ത് തമ്പുരാൻ പറയുന്നു, ഇന്ന് വലിയൊരു പ്രവൃത്തി കുടുംബത്തിന് ഇതൊരു അടയാളമായിട്ട് കർത്താവിന് ആ വ്യക്തിയെ, സഹോദരി എന്ന വ്യക്തിയെ ഒന്ന് കാണിക്കുന്ന ഒരു അടയാളമാണ്. ദൈവം ആ കുടുംബത്തിൻ്റെ മേലൊരു പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഈ പേരൊന്ന് നോട്ട് ചെയ്തോണേ. ഷൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അയക്കാൻ വേണ്ടി പോവുക കേട്ടോ. ആ പേരൊന്ന് നോട്ട് ചെയ്തോണേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു വലിയൊരു സാക്ഷ്യത്തിന് വേണ്ടി ആ വ്യക്തിയെ ഉപയോഗിക്കും. ആ പേര് കുറിച്ച് വെച്ചോണേ. അങ്ങനെ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു മുഖാന്തിരമായിരിക്കാം, ചിലപ്പോൾ നമ്മളിവിടെ ചില ഏതെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ആ പേര് കുറിച്ചിട്ടോണം. ആ പേര് കുറിച്ചിട്ടോണേ. ഒരു മുഖാന്തിരമാണ്. ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഏത് രീതിയിലായിരിക്കാം, അതൊന്ന് കുറിച്ചിട്ടുള്ള ഇതൊരു അടയാളമായിട്ട് കർത്താവ് കാണിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 2006 ഈ അമൃത എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിൻ്റെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ 2006 കാലഘട്ടം കാണിക്കുന്നു. 6 കാലഘട്ടത്തിൽ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്ത് അത് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്ഥാപനവും ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ ഒരു അടയാളമായിട്ട് കാണിക്കുവാണ്. 2006 കാലഘട്ടമാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ മേൽ ഇന്ന് കർത്താവ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം അവിടെ അതിനെ ഒരുക്കാൻ വേണ്ടി പോകുകയെന്ന് പറഞ്ഞത്. അന്ന് നടന്നൊരു ഇൻസിഡൻറ്റ്, അന്ന് നടന്നൊരു ഭാരമായൊരു വിഷയത്തിന് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ 2026 കയറുമ്പോൾ ഇത്രയും വർഷം പുറകോട്ടുള്ള ഒരു കാര്യത്തെ തമ്പുരാൻ തൊട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഉള്ളത് തമ്പുരാൻ പറയുക, വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി കർത്താവ് ഇന്ന് തുറക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞത്. ആ സ്ഥലവുമായിട്ട് കണക്ട് ചെയ്ത് ആരാണ് പ്രത്യേകിച്ച് 2006 വളരെ ഹൃദയത്തിൻ്റെ അകത്ത് നിരാശ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായൊരു വ്യക്തിയാണ്. ഇന്ന് ആ കുടുംബം ഏതാണോ, ആ വ്യക്തി ഏതാണോ, ഇപ്പോൾ തന്നെ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകൾ അവിടെ നിന്ന് ബ്രേക്ക് ആകുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇപ്പോൾ പെരുകുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിൽക്കുന്ന ലൈവിൽ കാണുന്നവർക്ക് നമുക്കവിടെ നമ്മുടെ പ്രാർത്ഥന ഡിസംബർ മാസം UK നടക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന 20-ാം തീയതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നത് ഈ യൂട്യൂബിലൊക്കെ കാണുന്നവരുണ്ട്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. UK ലണ്ടനിൽ ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അവിടെയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ അന്യഭാഷാ പ്രാർത്ഥനയും അതിനുശേഷം 1 മണിക്ക് ശേഷം നമുക്കവിടെ പ്രാർത്ഥന നടക്കുന്നതായിരിക്കും. ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അപ്പം അന്യഭാഷ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുള്ളവരും അന്യഭാഷ പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരും അവിടേക്ക് വരിക. ദൈവം നിങ്ങളെ നിറച്ചുവിടും. വലിയ പ്രവൃത്തികൾ അവിടെ നടക്കും. കർത്താവ് അവിടെ സൗഖ്യങ്ങൾ നടത്തും. വലിയ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവചന ആലോചനകൾ പരിശുദ്ധാത്മാവ് ചെയ്യും. വലിയ ഡെലിവറൻസുകളെ ചെയ്യും. പിശാചിൻ്റെ ബന്ധനങ്ങളെ കർത്താവ് അവിടെ അഴിക്കും. ദൈവം അവിടെ നമ്മളെ ഉപയോഗിക്കും. അതുവേണ്ടി വരിക. നമുക്ക് ഒരുമിച്ച് അവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ. നേരിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ വരാൻ പറ്റും. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഈ 27-ാം തീയതി കണ്ണൂർ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. അത് ഓൾറെഡി ഹോള് ബുക്ക് നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അന്വേഷിക്കുക സഹോദരങ്ങളോട്. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. വലിയ പ്രവൃത്തിയാൽ കർത്താവ് നിറയ്ക്കും. അതിന് മുമ്പായിട്ട് ഞാനിപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിതച്ചവരെ ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. വിതയ്ക്കണം. കാര്യം ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ നടക്കുന്നു. പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ്, പ്രവചന ശുശ്രൂഷയും രോഗസൗഖ്യ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ ശുശ്രൂഷയൊക്കെ ദൈവം ചെയ്യുവാണ്. ബ്രദർ ചെയ്യുവല്ല, ദൈവം ചെയ്യുവാണ്. നമ്മളെ ദൈവം ഉപയോഗിക്കണം എല്ലാവരെയും. അതിലേക്ക് നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ദിനവൃത്താന്ത പുസ്തകം പറഞ്ഞതുപോലെ ഞങ്ങൾ കർത്താവിൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കുന്നതാണ് ദശാംശങ്ങളും സ്വോത്രകാഴ്ചകളും. എന്തിനു വേണ്ടിയെന്നറിയാവോ? ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കണമെന്ന്? ആമേൻ, ആമേൻ. അപ്പൊ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് വിതയ്ക്കുന്നത്. ഈ സുവിശേഷം ലോകം മുഴുവൻ കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവത്തിന് നമ്മുടെ നന്മ ആവശ്യമില്ല, പകരം ദൈവം തന്ന നന്മയിൽ നിന്നും നമുക്ക് ദൈവം വിതയ്ക്കുവാൻ അവസരം തരികയാണ്, കൊയ്യാൻ വേണ്ടി. അതാണ് വിത. യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക, കർത്താവിൻ്റെ നാമത്തിൽ കൊയ്യുക. ഞാൻ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി. നിങ്ങളുടെ ജോലിയിലെയും ഞാൻ ബിസിനസ്സിനെയും ബ്ലെസ് ചെയ്യുവാണ്. കർത്താവ് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തടസ്സം അവർ ജോലിയിലുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ അവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പൈശാചികമായിട്ട് മുഖങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് ബ്ലോക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, നന്മ കിട്ടാതെ തടസ്സമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ആ ബിസിനസ്സിൻ്റെ അകത്ത് ഉയർച്ച പ്രാപിക്കാതെ കർത്താവെ അവരെ ഒതുക്കുന്ന മേഖലയുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പോൾ ഉയർച്ച ഉണ്ടാകട്ടെ. യഹോവ നിങ്ങളുടെ കളപ്പുരകളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ വർദ്ധിക്കട്ടെ. വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവെ ഒരു നന്മ പോലും പാഴായി പോകത്തില്ല. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വന്നിരിക്കുന്നുള്ള വചനത്താൽ ഞങ്ങൾ മുദ്രയിടുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നപ്പോൾ വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധിക്ക് നന്ദി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, അവയെ ചില മുഴകൾ ശരീരത്തിൻ്റെ അകത്ത് ബൾജ് നിൽക്കുന്ന മുഴ, നമ്മളിപ്പോൾ കണ്ടല്ലോ ഇത്രയും നേരം ഉണ്ടായിരുന്ന നീര് വറ്റിപ്പോയി. ആ ബൾജ് ചെയ്ത് നിൽക്കുന്ന മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് ക്യാൻസലാകും, അകത്തോട്ട് ചുങ്ങിപ്പോകാം. അതുപോലെ തന്നെ നടക്കാൻ സ്വാധീനമില്ലാത്തവർ കൈയെടുത്ത് വെച്ചു, പറയാം നടക്കാൻ വേണ്ടി പോവാം. ഞാൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാനസികമായിട്ടും അല്ലാതെ ഈ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധി വൈകല്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കൈവച്ചു. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല കേട്ടോ. പറയണം, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള എൻ്റെ കർത്താവ്, പറഞ്ഞു എൻ്റെ കർത്താവ്, മരിച്ചതിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ രോഗം സൗഖ്യമാക്കാൻ എളുപ്പമാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ആ വേദനകൾ, കണ്ണിൻ്റെയൊക്കെ കാഴ്ച വർദ്ധിക്കുക, കുരുടന് കാഴ്ച കൊടുക്കുകയും ചെകിടന് കേൾവി കൊടുക്കുകയും ഊമനെ സംസാരിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ ശരീരത്തിൻ്റെ മേൽ, അവരുടെ കർത്താവെ ആന്തരിക അവയവങ്ങളുടെ മേൽ, ആ ഞരമ്പുകളുടെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ
ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനകൾ വിട്ടുമാറുന്നു, ശരീരത്തിലെ മുഴകൾ അപ്രതീക്ഷമാകുന്നു, അസ്ഥികളുടെ മേലുള്ള വേദനകൾ, നീർക്കെട്ടുകൾ, ആന്തരിക അവയവങ്ങൾ കേടായിപ്പോയത് പുതിയതുണ്ടായി വരുന്നു യേശുവിൻ്റെ നാമത്തിൽ. നടക്കാൻ കഴിയാത്തവർ ഇപ്പോൾ ഓടാൻ വേണ്ടി പോവുകയാണ്. യേശുവിനെ കേൾവി ഇല്ലാത്തവർ കേൾവി ശക്തി വരികയാണ്. സംസാരിക്കാത്തവർ സംസാരിക്കുകയാണ്. ഇപ്പോൾ കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എന്നുള്ളത് കർത്താവ് പറഞ്ഞ അനീഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബാധ വിട്ടൊഴിയുകയാണ്. അനീഷ് കുമാറിന്റെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. ആ വ്യക്തിയുടെ കുടുംബം യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആ ഭവനത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഓ യേശുവേ, കൃപ 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക കുരുക്കുകൾ നമ്മൾ നന്നെ വിളിച്ചു വരുത്താൻ വേണ്ടി പോവുക. കർത്താവ്, ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഫിനാൻഷ്യൽ ടൈറ്റുകൾ, ആ പേഴ്സൊക്കെ എടുത്ത് വെച്ച്, ആ പേഴ്സും ബാഗും ഒക്കെ എടുത്തു വെച്ച്, ആ കർത്താവെ എത്ര ജോലി ചെയ്താലും എത്ര ബിസിനസ് ചെയ്താലും എത്ര നന്മ കൊണ്ടുവന്നാലും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം ബ്ലോക്കാണ്. ഇന്ന് ആ ബ്ലോക്കുകളെ ആത്മാവിൽ വെട്ടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് ഭവനങ്ങളെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ ശമന, അല്പനേരം അന്യഭാഷ പറഞ്ഞ് ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നു. ഓ റീഖബ ശമഹഡദഹ സിയാന്തരെ അർത്തിയ ശമാൽഖാന സിയാന്തേ അർബിയ ഷഖേനിയ ലേഥേരിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് നന്ദിയപ്പ. ശരീരങ്ങളുടെ മേൽ, ജീവിതത്തിന്റെ മേൽ, പ്രതിസന്ധികളുടെ മേൽ ഇപ്പോൾ തന്നെ തീ കത്തട്ടെ. ഓ ഹല്ലേലൂയ. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു തൊട്ട് കഴിഞ്ഞ് കൃപയ്ക്ക് നന്ദിയപ്പ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത കൃപയ്ക്ക് നന്ദിയപ്പ. ദൈവം അങ്ങ് വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. ഇപ്പോൾ തന്നെ രോഗശക്തികളെ പിടിച്ചു കെട്ടുന്നപ്പ. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, മിറക്കിൾ മണി റിലീസ്. മിറക്കിൾ മണി, എൻ്റെ കൂടെ പറ, മിറക്കിൾ മണി. ആകാശത്തിന്റെ കിളി വാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം എടുക്കുന്തോറും വർദ്ധിക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞോണം, എന്റെ ശരീരത്തിൽ രോഗത്തിന് ഇനി പ്രവേശനം. ഞാൻ ദിവ്യാരോഗ്യത്തോടെ, ഒരു കർത്താവെ, ഒരു ചെറിയ തലവേദന പോലും എന്റെ ജീവിതത്തിൽ വരാത്ത രീതിയിൽ ദിവ്യാരോഗ്യം. കർത്താവ്, എനിക്ക് ദൂരങ്ങളിൽ പോകാനുള്ളതാണ്. അപ്പൊ ഏത് രാജ്യത്ത് പോയാലും, ഏത് കാലാവസ്ഥയിലും സുവിശേഷം പറയുവാൻ, ഏത് കാലാവസ്ഥയിലും പ്രവചിക്കുവാൻ, ഏത് കാലാവസ്ഥയിലും ശുശ്രൂഷിക്കുവാൻ, ഏത് ക്ലൈമറ്റിലും യാത്ര ചെയ്യുന്ന കർത്താവെ, അസാധാരണമായ ഒരു സ്പിരിച്വൽ, ഒരു കർത്താവെ, അസാധാരണമായ ഒരു ആത്മശരീരവും ഭൗതിക ശരീരവും എൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. അപ്പൊ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. മിഡിൽ ഈസ്റ്റിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി സംഭവിക്കുന്നു. സലീം എന്ന് പറയുന്ന ഒരു ലെറ്റർ പാഡിൽ സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഈ സൈൻ ഇട്ടിട്ട് ഒരു അപ്രൂവൽ ആകുന്ന ഒരു കാര്യം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു നിയമത്തിനും ദൈവമക്കൾക്ക് വിരോധമായി ചലിക്കാൻ കഴിയത്തില്ല. യേശുവിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ രാജ്യങ്ങളുടെ മേൽ, പട്ടണങ്ങളുടെ മേൽ കർത്താവെ ഞങ്ങൾ സാക്ഷ്യമാക്കി മാറ്റുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. മൈക്കുകളെ മ്യൂട്ട് മാറ്റി നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പറയാം. ശരീരത്തിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്തേ. ആ വേദനയുള്ളവർ, രോഗമുള്ളവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത്. ഞാൻ എപ്പോഴും പറയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. വെറുതെ നിങ്ങൾ നോക്കാതെ ആ കുഴപ്പമില്ലെന്നല്ല, ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്തത് ഒന്ന് ചാടിക്ക്, ഒന്ന് തുള്ളിക്ക്. എന്താണോ ആ വേദന കൊണ്ട് കഴിയാത്തതൊന്ന് ചെയ്ത് നോക്കിക്ക്. യേശുവോട് അത്ഭുതം ചെയ്തിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഉള്ളവർ മ്യൂട്ട് മാറ്റി ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട്, മുമ്പ് ഞാൻ കുറച്ചു മുമ്പേ സാക്ഷ്യം പറയാൻ വന്നവരുണ്ടായിരുന്നു. ഇപ്പം വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് സാക്ഷ്യമുള്ളവർ പറയാൻ തുടങ്ങിയാട്ടെ. പറഞ്ഞു. ബ്രദർ അനീഷ് കുമാർ ഫാമിലിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് എനിക്കുള്ള ദൂതായിട്ട് ഞാൻ ഏറ്റെടുക്കുവാണ്. ബ്രദറിന്റെ ഫുൾ നെയിം ആണത്? അതെ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. കർത്താവിന് വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കും കേട്ടോ. അനീഷ് ബ്രദറിനെ എനിക്കറിയാം, പക്ഷെ അനീഷ് കുമാറിനെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് അത് വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ശരീരത്തിനകത്തൊരു സൗഖ്യം ലഭിച്ചവര്,
ഒരു വിടുതൽ എനിക്ക് ഉണ്ടായി എന്ന് പറയുന്നവർ മാത്രം, നിങ്ങൾ മൈക്കുകളൊന്ന് മ്യൂട്ട് മാറ്റിക്ക് ഈ സമയത്ത്, സാക്ഷ്യമുള്ളവർ മാത്രം. കുറച്ചു മുമ്പേ പറയാൻ വന്നവരുണ്ടായിരുന്നു. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്റെ ബ്രദർ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്റെ മോന് നടുവേദനയാൽ വളരെ ഭാരപ്പെട്ടിരുന്നു. ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വന്ന് കിടക്കുമായിരുന്നു. വളരെ വേദനയായിരുന്നു. ഞങ്ങൾ ബ്രദർ പറഞ്ഞ പോലെ കൈവച്ചു, പ്രാർത്ഥിച്ചു, അത്ഭുത സൗഖ്യം കൊടുത്തുകൊണ്ട് ഇപ്പൊ അവൻ എഴുന്നേറ്റ് കിടന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. നല്ല പൂർണ്ണ സൗഖ്യമായി. ഓ യേശുവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. പ്രിയ സൗകര്യം പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പോലും വേദനയാൽ ഭാരപ്പെടുമായിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് യേശു തൊട്ടു. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു ബ്രദറെ. പ്രൈസിലോട് ഞങ്ങൾക്ക് ഇന്നലെ ഫ്രിഡ്ജ് കേടായി പോയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ സാക്ഷ്യം പറയുന്ന ഇന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എന്റെ ഫ്രിഡ്ജ് ശരിയാവാണ്. അത് ഓട്ടോമാറ്റിക്കലി ശരിയായി. എങ്ങനെയായെന്ന് അറിയില്ല ബ്രദറെ. പ്രൈസിലോട്. മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, ഏതിൻ്റെ മേലും നമുക്ക് ഈ കർത്താവിൻ്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ എല്ലാ കാര്യവും ദൈവം തന്നാൽ നമുക്കെല്ലാം. അത് ദൈവനാമത്തിൽ അത് സാക്ഷ്യമായല്ലോ. എല്ലാത്തിനും അവൾ കൽപ്പിച്ചോണം. കർത്താവിൻ്റെ പ്രവർത്തിക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? കൈമുട്ടിന്റെ വേദന പ്രാർത്ഥിച്ചപ്പോൾ അതിപ്പം എന്റെ 1 വർഷത്തിൽ കൂടുതലായി ഒരു വേദന, ഇച്ചിരി സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ മാറി, വേദനയും മാറി. അവിടെ ഇല്ല. ഇല്ല. ഒന്ന് കേട്ടെ, അവിടെ ആ കയ്യിൽ നീരും ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, 1 വർഷമായിട്ട് അനുഭവിക്കുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വേദനയില്ല, നീരുമില്ല. യേശു തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും എന്തോ എനിക്കിതുപോലെ നടുവിന് വേദനയും കാൽമുട്ടിന് വേദനയുമായിട്ട് ഞാൻ നടക്കുമായിരുന്നു. ഞാൻ എത്ര വർഷമായിട്ട് നടന്നു? എനിക്ക് 3-4 മാസമായി. ഇപ്പം ദൈവത്തിന്റെ ഇപ്പം അത് വേദനയില്ല. ഇപ്പൊ നടുവേദന ഇല്ല, കൈവേദന ഇല്ല. കാലല്ല, കാൽമുട്ടിന് നടുവേദന എങ്ങനെയായിരുന്നു? വേദന 3-4 മാസമായിട്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം വേദന ഇല്ല, ഒന്നുമില്ലേ? പൂർണ്ണ സൗഖ്യമായി. ഓ യേശുവേ, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞു? നെഞ്ചരിച്ചിൽ വന്നിട്ട് ഗ്യാസ് മേലോട്ട് തിങ്ങും. ചില സമയത്ത് രാത്രി വൈകുന്നേരം ഒക്കെ പാതിരാത്രിയൊക്കെ ആകുമ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഗ്യാസ് മേപ്പോട്ട് വന്നായിരുന്നു, വന്നപ്പോ മേലോട്ട് പോയായിരുന്നു. ഞാൻ ശ്വാസം നിലച്ചു പോയായിരുന്നു 1 മിനിറ്റത്തേക്കിന്. ചാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ടത്. ഇപ്പൊ സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റിയത്? ഇപ്പം പ്രാർത്ഥിച്ചപ്പോ ഇപ്പൊ എരിച്ചിലും മേലോട്ട് ഗ്യാസ് ഇങ്ങനെ പോകുന്നതായിട്ട് മേലോട്ട് വായിക്കൂടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ സിസ്റ്റർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ടുണ്ട്. യേശുവിനെ കൈവച്ചു എന്നിട്ട് പറ, കർത്താവെ പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം എന്ന് പറ കേട്ടോ. പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. ഇനി മേലാൽ ആ ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിൽ വരത്തില്ല. യേശുവിന്റെ രോഗത്തെ വഹിച്ചതാണ്, വേദനകളെ അനുഭവിച്ചതാണ്. കർത്താവിന്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കേട്ടോ. ഇപ്പൊ തന്നെ വ്യത്യാസം കാണുന്നു സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? ഈ മൊഴിയുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എന്റെ കാലില് ഒരു വിരലയില് ചെറിയൊരു മുഴ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ആശുപത്രി പോകത്തില്ല, മരുന്നും മേടിക്കയില്ല, നീ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അത് ചുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വേദനയുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പാസ്റ്റർ ഇങ്ങനെ മുഴയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ എന്റെ വിരൽ എന്റെ കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ആ വേദന വിട്ടുമാറി. അതായത് സിസ്റ്ററെ, മുഴ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് മുഴ ഓൾറെഡി ചുങ്ങിപ്പോയായിരുന്നു, വേദന അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഇപ്പൊ വേദന പൂർണ്ണമായിട്ടും മാറി. എത്ര നാള് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളായിട്ടുണ്ടായിരുന്നു മുഴ? ഇതൊരു കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു പാസ്റ്റർ. കുറച്ച് നാളായിട്ട് ഇച്ചിരി ചെറിയൊരു ഒത്തിരി വലിയ വലുപ്പമുള്ള നെല്ലിക്കയല്ല, ചെറിയൊരു വലിപ്പമുള്ള നെല്ലിക്കയുടെ രീതിയില് കുറച്ച് നല്ല ഉണ്ടിയായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാലയില്, ഒരു വിരലയില് വേദനയുണ്ടായിരുന്നു. വേദനയുണ്ടായിരുന്നു. ഇത് കേട്ട വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിലുണ്ടായിരുന്ന ഒരു മുഴ കാലിന്റെ വിരലിലുണ്ടായിരുന്നു, അതിന്റെ വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത് ചുങ്ങി, പക്ഷെ വേദന പോയില്ലായിരുന്നു. പക്ഷെ ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ആ വേദന വേരോടെ പറഞ്ഞു. മനസ്സിലായി? ഇപ്പൊ പിടിച്ചൊക്കെ നോക്കിയോ വേദന അവിടെ ഉണ്ടോന്ന്?
ഞാൻ പിടിച്ചു നോക്കി പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് കർത്താവ് എന്നെ ഓർമ്മിച്ചത്, നീ അവിടെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വീണ്ടും എന്നിട്ട് വീണ്ടും എന്നോട് കർത്താവ് പറഞ്ഞു, നീ തൊട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ആ വേദന ഇപ്പൊ അനുഭവപ്പെടുന്നില്ല. ഓ യേശുവേ, കർത്താവ് തന്നെ ഉറപ്പ് കൊടുത്തു. അത് മുഴ അവിടെ നിന്ന് ചുങ്ങിപ്പോവുകയും ചെയ്ത് വേദന അവിടെ നിന്ന് മാറുകയും ചെയ്ത് യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ ഇത് സാക്ഷ്യം പറയട്ടെ. യേശു എന്നെ തൊട്ടെങ്കിൽ ഇതേപോലെ മുഴയുള്ളവരെ കൈവച്ചോണം, നിങ്ങളുടെ മുഴയും കർത്താവ് മാറ്റുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞു? ബ്രദറെ പറഞ്ഞു സിസ്റ്റർ. അല്ലേ, നവംബർ 4-ാം തീയതി ഒരു ആലോചന ബ്രദർ പറഞ്ഞായിരുന്നു. ഷാലറ്റ് എന്ന പേര് വെളിപ്പെടുത്തിയിട്ട് ഡിസംബർ മാസത്തിൽ ഒരു സന്തോഷ വർത്തമാനം കേൾക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രദറെ, എൻ്റെ മോള് 1 മാസം പ്രഗ്നന്റ് ആണ്. സന്തോഷ വാർത്ത കേൾക്കുവാനായി കർത്താവ് സഹായിച്ചു. അതിന് പ്രാർത്ഥിച്ച ബ്രദറിനോടുള്ള നന്ദി. എത്ര നാളായിട്ട് സിസ്റ്റർ ആഗ്രഹിക്കുവായിരുന്നു തലമുറേനെ പ്രിയമകളെ? ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് ഒന്നിച്ചായിട്ട് അധികം നാളായില്ല. അതായത് എന്നാ സിസ്റ്റർ നമ്മൾ ഈ ആലോചന കേട്ടത്? ഷാർലറ്റ് എന്നുള്ള പേര് സിസ്റ്റർ പറയുമ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും ബ്രദറിനോട് പറഞ്ഞിട്ടില്ല. എന്നാ സിസ്റ്റർ ഈ ആലോചന കേട്ടത്? നവംബർ 4-ാം തീയതിയാണ് ബ്രദർ പ്രാർത്ഥനയിൽ ഈ ആലോചന പറഞ്ഞ ഷാലറ്റ് എന്ന പേര് വെളിപ്പെടുത്തിയിട്ട് ഡിസംബറിൽ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ അത് കുറിച്ചിട്ടിരുന്നു, ഞാനത് ഏറ്റെടുത്തിരുന്നു. ദൈവം ഇത് വലിയൊരു പ്രവചന നിവൃത്തിയുടെ സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. കേട്ടെ, നവംബർ മാസത്തിൽ ഷാർലറ്റ് എന്നുള്ള പേര് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് 2 വർഷമായിട്ട് അവരുടെ ജീവിതത്തിൽ തലമുറ ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ വെളിപ്പെട്ടിട്ട് കർത്താവ് പറഞ്ഞു ഡിസംബർ മാസം ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ആ സഹോദരി അത് ഏറ്റെടുക്കാൻ മാത്രം എഴുതി വെച്ചു, അത് ഏറ്റെടുത്തു. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ട് വരുന്നു. ഇന്ന് ഡിസംബർ മാസമാണ് 2025. ഇന്ന് നോക്കിയപ്പം ഉദരത്തിൽ തലമുറ വന്നു. ഷാർലറ്റിൻ്റെ മേൽ ദൈവം സാക്ഷിയാക്കി കർത്താവിൻ്റെ പ്രവചനം. അപ്പോൾ പ്രവചനം കേൾക്കാനുള്ളതല്ല, നമ്മൾ കേട്ടതുപോലെ പ്രവചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിവൃത്തിയുടെ കർത്താവ് ചെയ്യും. യഹോവ ജാഗരിക്കും, നമ്മൾ കേട്ടതല്ലേ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ദൈവം തന്നതാ കേട്ടോ, അത് കർത്താവിൻ്റെ തലമുറയാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹോദരി. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവർ പറഞ്ഞു? എനിക്ക് ഒരു 4 ദിവസം മുമ്പ് ഒരു സൈസ് വേദന പറഞ്ഞ ശരീരം, വലതുവശം ബ്രസ്റ്റിന്റെ അവിടെ ഒരു നെഞ്ഞുവേദന, നല്ല വേദന, ശക്തമായിട്ടുള്ള വേദനയായിരുന്നു. നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞാലും രാത്രി ഞാൻ പ്രാർത്ഥന വെച്ചിട്ട് വിട്ടുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതേപോലെ ഇടത് കൈയിന്റെ അവിടെയാണ്. ചിലർക്ക് അങ്ങനെ ഈ ബ്രസ്റ്റില് ക്യാൻസർ കഴിയുമ്പോൾ ഒരു മുഴയണത്ര കാണും, കൈ പൊക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ എനിക്കൊരു മുഴ പോലെ തോന്നി. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. കാല് കണിക്കുമ്പോഴേക്കും വേദന അവിടെ ഉണ്ടാവാൻ പാടില്ല, ഇതിന് എനിക്ക് സാക്ഷ്യം പറയണം പറഞ്ഞു. അതുപോലെ രാവിലെ എണിക്കുമ്പോഴേക്കും ആ വേദന അവിടെ ഇല്ല. ഇവിടെ വലിയൊരു അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചത്. അവിടെ മുഴ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്? ആ ചെറിയൊരു മുഴ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പോൾ നല്ലൊരു വേദനയായിരുന്നേ. കൈ പൊക്കുമ്പോഴും താത്തുമ്പോഴും വേദന. ഞാൻ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പം ഇങ്ങനെ ബ്രദർ പറയുന്ന വചനങ്ങൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ കിടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അവിടെ വേദനയില്ല, മുഴയില്ല. വേദനയില്ല, അവിടെ മുഴ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരൻ. നെഞ്ചിന്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു, അതിൻ്റെ വേദന ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ അകത്ത് പിശാച് ഒരു ഭയം കൊടുത്തത് ക്യാൻസർ ആയിരിക്കും, രോഗമായിരിക്കും, ഭയം കൊടുക്കാൻ തുടങ്ങി. പക്ഷേ സഹോദരി കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവെ ഞങ്ങളുടെ അടിപ്പിണാൽ സൗഖ്യം പോയി. ഇന്നത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു. ഇപ്പോൾ അവിടെ പിടിച്ചു നോക്കിയിട്ട് മുഴയും അവിടെയില്ല, വേദനയും അവിടെയില്ല. കണ്ടോ, പിശാചിൻ്റെ കള്ളത്തരങ്ങളെ തകർക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത്. നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തത് നമ്മൾ ജീവനിൽ വാഴാൻ വേണ്ടിയാണ്. മരണമല്ല, ജീവനാണ് നമ്മുടെ അവകാശം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞോട്ടെ സാക്ഷ്യമുള്ളവർ. ഹലോ ബ്രദർ, പറഞ്ഞു. എനിക്കൊരു ദൈവം ചെയ്ത വലിയൊരു അത്ഭുതം എനിക്ക് പറയാനുണ്ട്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം. ഞാൻ ഇരിക്കേണ്ട വ്യക്തിയല്ല. എല്ലാ ദിവസവും ഞാൻ അത് കാണും, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ എനിക്കൊരു കോള് വന്നു. ഞാൻ വെളുപ്പിനായിരുന്നു. ഞാൻ കോൾ എടുത്തപ്പോഴത്തേക്ക് ഒരു സഹോദരി കരുണയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു. കാരണം എനിക്കറിയത്തില്ല സിസ്റ്ററെ, എനിക്ക് പരിചയമേ ഇല്ല. എന്റെ നമ്പർ പുള്ളിക്കാരുടെ
ഇല്ല. പക്ഷെ വിളിച്ചു പറഞ്ഞു ജൂബിലിയില് പുള്ളിക്കാരത്തിന്റെ സഹോദരി കിടക്കുന്നു, വൻകുടലും ചെറുകുടലും എന്തോ അസുഖമായിട്ട് സർജറി കഴിഞ്ഞു. പെട്ടെന്ന് ഗ്യാസിന്റെ പ്രോബ്ലം വന്നിട്ട് ജൂബിലി ഹോസ്പിറ്റലില്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അവര് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടുത്തെ അവസ്ഥ അറിയാനോ സിസ്റ്റർ, പുള്ളിക്ക് ഭയങ്കര ഭയപ്പാടാണ്, വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാന് അവരോട് യേശുവിന്റെ വചനം പറഞ്ഞു. അതുപോലെ ഭയപ്പെടേണ്ട, പ്രാർത്ഥിക്കുക, യേശുവിന്റെ തിരുമുറിവില് സൗഖ്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സഹോദരൻ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് കൈ വെച്ചിട്ട് യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു. ഇന്ന് രാവിലെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുറിവെല്ലാം ഉണങ്ങി പൂർണ്ണമായിട്ട് പുള്ളിക്കാരിക്ക് മാറ്റം വന്നു. ഇന്ന് ഡോക്ടർ കഞ്ഞിയെല്ലാം കൊടുത്തു തുടങ്ങാനായിട്ട് പറഞ്ഞു. അങ്ങനെ എനിക്ക് അറിയാത്തൊരു സിസ്റ്ററാ. ഞാൻ ചോദിച്ചു എന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പം പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം അതിനുവേണ്ടി ഒരു വഴി ഒരുക്കി. ഞാൻ പറഞ്ഞു ഈ സാക്ഷ്യം എല്ലാരോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ പറ്റി പറയാനൊരു അവസരം ദൈവം ഒരുക്കി തന്നു. ഇത് വലിയൊരു കാര്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ തേടി ആൾക്കാർ വരും, നിങ്ങളെ തേടി രോഗികൾ വരും, നിങ്ങൾ അനേകർക്ക് വിടുതൽ കൊടുക്കുന്നവരായിത്തീരും. ആമേൻ പറഞ്ഞ് ഈ സിസ്റ്ററുടെ സാക്ഷ്യത്തിനകത്ത് നമുക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. നിങ്ങളുടെ ഭവനങ്ങൾ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ഭവനമായി തീരും. അനേക രോഗികൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും, തകർന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരും. യേശു നിങ്ങളിൽ വസിക്കുന്നു. വലിയ സാക്ഷിയോട് പ്രിയ സഹോദരി പറഞ്ഞത്, ആ കറങ്ങി തിരിഞ്ഞ ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഭവനത്തിലേക്ക് വരുന്നു. ആ വ്യക്തിക്ക് വിടുതലുണ്ടായി. ഞാൻ വിശ്വസിക്കുന്നു അനേകർ സിസ്റ്ററെ വരാൻ വേണ്ടി ഇതിൽ ആരംഭമാണ്. എല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങളെ തേടി ആളുകളെ ദൈവം അയക്കുന്നതാണ്. തോൽക്കൊല്ലക്കാരനായ ഷീമോന്റെ ഭവനത്തിൽ ഷീമോന് മറുപേരുള്ളൊരു പത്തോസ് ഉണ്ടെന്ന് പറഞ്ഞു വിട്ടതുപോലെ ദൈവം പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. കൃപാവരത്തെ ഞാൻ ജ്വലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വരങ്ങൾ ജ്വലിക്കട്ടെ, ശുശ്രൂഷ ജ്വലിക്കട്ടെ. യേശു തന്ന അധികാരത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈവെക്കുന്നപ്പോൾ അനേകർ വിടിപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ, ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പറഞ്ഞു ബ്രദറെ. ഹലോ, പറഞ്ഞു. ഇന്നലെ 11:30 ആയപ്പോ എന്നെ ഒരു കുടുംബം വിളിച്ചു. അപ്പൊ അവിടുത്തെ അങ്കിളിന്റെ മകന് നടുവിന് വേദനയായിട്ട് കിടക്കാനും മേല ഇരിക്കാനും മേല, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവൂന്ന് ചോദിച്ചു. ഞാൻ യേശുവിന്റെ അടിപ്പിണരുകളാൽ ഈ രോഗത്തെ യേശു കാൽവരി ക്രൂശിൽ വഹിച്ചതാ എന്ന് പറഞ്ഞ് അവരെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ നടുവിന്റെ വേദന പൂർണ്ണമായി മാറി. അതിനുശേഷം ആ വീട്ടിലെ സഹോദരന്റെ ബ്രസ്റ്റിന്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് പേടിയായിരുന്നു, ക്യാൻസർ ആണോ എന്നൊരു പേടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ബ്രദറെ എന്റെ ബ്രസ്റ്റിന്റെ ഇവിടെ ഒരു മുഴ പോലെ ഉണ്ട്, കൈവെക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാവൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വെച്ചോ, കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. അതും പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അതിങ്ങനെ ചുങ്ങിപ്പോയെന്നൊരു സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആമേൻ. സ്വതന്ത്രം. നന്ദി കർത്താവ്. ഇന്ന് കർത്താവിന്റെ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ശക്തമായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും ഉപയോഗിക്കുന്നല്ലോ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷകരുടെ മീറ്റിംഗ് നിങ്ങൾ കയറണം, അത് നിങ്ങളെ എൻകറേജ് ചെയ്യും. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പ്രിയമകൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. ആ നടുവേദന സൗഖ്യം. മാത്രമല്ല ഒരു മുഴ നെഞ്ചിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, ക്യാൻസർ ആണെന്ന്. പക്ഷേ അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ് ചുങ്ങി അത് പോയി. ആ ഭയമാണ് വിട്ടുപോയത്. പിശാചിന്റെ ഭയത്തിൽ നിന്നും കർത്താവിന്റെ വിടുതൽ കൊടുക്കാൻ ദൈവം പ്രിയമകൻ ഉപയോഗിച്ചല്ലോ. ഇനിയും ഉപയോഗിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. വർദ്ധിക്കട്ടെ കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞു, എല്ലാവരും പോയി പ്രാർത്ഥിക്കണം. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചു, ഒരു മടിയും വേണ്ട. നിങ്ങൾ പറയുക, യേശു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. സ്വർഗ്ഗ വചനം പറയുന്നു നിങ്ങളെ അഭിഷേകം. നിങ്ങൾ അതുകൊണ്ട് പേടിക്കരുത്. ദൈവം ആക്കി വെച്ചതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതം നടക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ സഹോദരന്റെ മോന് പനിയാ കിടന്നപ്പോ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു, നീ പോയി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദർ പറഞ്ഞല്ലോ, പലതവണ പറഞ്ഞിട്ടുണ്ട്, നീ പോയി പ്രാർത്ഥിക്കുന്നു. ഞാൻ പോയി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച്, ഈ പൈതൽ രോഗം ചുമക്കാനുള്ള കുഞ്ഞല്ല, ശിശുക്കളെ കർത്താവിന്റെ അടുക്കൽ വരുവാൻ വിടുവിനെന്ന് പറഞ്ഞ് സ്വർഗരാജ്യം അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച്, വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച്, ഇങ്ങനെ കർത്താവിന്റെ അടിപ്പിടരാൾ ദൈവം അവന് സൗഖ്യം കൊടുത്ത്
വൈകുന്നേരം അറിയാൻ സാധിച്ചത് പൈതലിന് സൗഖ്യമായി എന്ന്. കർത്താവിന് നന്ദിയോടെ ആമേൻ. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ നാമത്തിന് ശക്തി, കുരിശ് വരച്ചത് മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത്. കർത്താവിൻ്റെ തിരുമുറിവിലുള്ള സൗഖ്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചൊരു വ്യക്തി സൗഖ്യമാകുമ്പോൾ മരണം മാറുകയാണ്. അനേകരെ മരണത്തിൽ നിന്ന് നിങ്ങൾ വലിച്ചെടുക്കുവാണ്, തീയിൽ നിന്നും അനേകരെ വലിച്ചെടുക്കുക എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷം പറയണം, അനേകരെ വിടുവിക്കണം, ഇനിയും സൗഖ്യങ്ങൾ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ പറഞ്ഞു. നമ്മുടെ പരിസരത്തുള്ളവര് പയ്യൻ അവര് മോനെ ഒരുമിച്ച് പറയല്ലേ, ഒരാൾ പറഞ്ഞോട്ടെ. പറഞ്ഞു. ടി വി എറിഞ്ഞ് വഴക്കുണ്ടാക്കി ടി വി എറിഞ്ഞ് ആ ടി വി വാങ്ങിച്ച ഒരാഴ്ച തിരിയുന്നില്ല സിസ്റ്റർ, നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ടല്ലോ. പരിസരത്തുള്ള വീട് പറഞ്ഞു. ഉണ്ടോ? പരിസരത്തുള്ള ഒരു വീട്, അവര് ആ വ്യക്തി മകൻ എന്നും മദ്യപിച്ച് വഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ പെട്ടെന്നാണെന്ന് വീട്ടിൽ വെളിയിലിറങ്ങിയപ്പോഴാണ് പറഞ്ഞത്, എന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കണ ചേച്ചി, മദ്യപിച്ചിട്ടാണ് ചേച്ചി പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കുപ്പി വെള്ളം തരാം, പ്രാർത്ഥിച്ചിട്ടല്ല നമ്മള് കുടിക്കാം. ആ കുട്ടി ചുടുവെള്ളമൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ അവിടെ വെക്കും, കുടിച്ചോളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ മിനിഞ്ഞാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, എന്റെ മകൻ മദ്യപാനം നിർത്തി, വീട്ടിൽ വഴക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷെ ഈ വെള്ളം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം പ്രവർത്തിച്ചാണെന്ന്. വലിയൊരു അനുഗ്രഹമാണ് നടന്നത്. അതൊരു സാക്ഷ്യം. ഇന്ന് വേറൊരു കുടുംബത്തിന് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മകൻ വീട്ടിലേക്ക് വരവേയില്ല, മദ്യപിച്ചിന് കഞ്ചാവോ മരുന്നോ കഴിക്കണമെന്നറിയില്ല, ഒരുപാട് കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ട് കടയിൽ തന്നെ കിടക്കണമെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു ചെമ്പിൽ വെള്ളം എടുത്തു വെച്ചു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച വെള്ളം അവര് നിങ്ങൾ കുടിക്കുന്ന ഉണ്ടാവില്ല, കുട്ടി എടുത്ത് കുടിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞു. ആ കുട്ടി കയറി വരില്ല, ഞാൻ പ്രാർത്ഥിച്ച് അവിടെ വയ്ക്കലും ആ കുട്ടി കയറി വന്നു, വെള്ളം എടുത്ത് കുടിച്ചു, ഭക്ഷണം വിളമ്പി കഴിച്ചു പറഞ്ഞു പോയി. ബ്രദർ ഇന്ന് വീട്ടിലേക്കും വന്നു എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരവേയില്ല, ഒരുപാട് പ്രയാസത്തിലാണ് ആ കുടുംബം കടന്നു പോകുന്നത്. കൂട്ടാളികളും നിറയെ കൂട്ടുകാരാണല്ലോ, കൂട്ടുകാരെ വിട്ട് പിരിഞ്ഞേ പോലെ. ഞാൻ പറഞ്ഞു ഇന്ന് തൊട്ട് ദൈവം അവിടെ പ്രവർത്തിക്കും, നിങ്ങൾക്ക് മാറ്റത്തിൽ നിന്ന് കാണണ്ട, നിങ്ങൾ സകല സൗഭാഗ്യങ്ങൾ ദൈവം തരും, ധനവും മാനവും പുരാതന സമ്പത്തും തന്നതിനായി നന്ദികൾ പറഞ്ഞു സ്തുതിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ അത്ഭുതം അവിടെ ചെയ്തു കഴിഞ്ഞു. അവർ പറഞ്ഞ പോലെ തന്നെ സുവിശേഷം പറയുവാനും കുടുംബത്തെ വിടുവിക്കുവാനും കർത്താവ് ഉപയോഗിച്ചാൽ ഇനി അനേകർക്ക് ദൈവം ഒരു പ്രയോജനമാക്കി മാറ്റും, അത്ഭുത സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ, കർത്താവ് ചെയ്തത് എന്താണോ നിങ്ങൾക്ക് ഉപകാരങ്ങൾ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രദറെ, പാലക്കാട്ട് ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. സാക്ഷിയല്ല, എന്റെ പേര് സാവിത്രി എന്നാണ്, പാലക്കാട്ട് നിന്ന് വിളിക്കുന്നത്. എന്റെ സഹോദരൻ മോൻ ജോലിക്ക് കുറെ പ്രാവശ്യമായിട്ട് ശ്രമിച്ചു, അതൊന്നും നടന്നതേ ഇല്ല. ഈ 2 മാസം മുന്നേ പോലീസിലേക്ക് ശ്രമിച്ചു, അത് അവരുടെ കൂടെ പോയവർക്കെല്ലാം അതിന്റെ റിസൾട്ട് വന്നു, പക്ഷെ അവന് വന്നില്ല. അപ്പൊ നാളെ ചെന്നൈയിലേക്ക് ഒരു പരീക്ഷയ്ക്കായിട്ട് പോവാണ്, റെയിൽവേന്റെ. അത് മറ്റന്നാളാണ് പരീക്ഷ, നാളെ പോകണം ബ്രദർ. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബത്തിലാകെ കൂടെ അതൊരു മോനെ അവന് ഒരു സമാധാനം കൊടുക്കാനുള്ളൂ, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദർ. അവരുടെ വീട്ടിലെല്ലാം എല്ലാ കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ വലിയ പ്രവൃത്തി ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ അത്ഭുതത്തിന് നന്ദി. ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, ഇന്നലത്തെ പ്രവചനം പറയാം. ഹലോ ബ്രദറെ, പറഞ്ഞു. മാത്രം ഉണ്ടാകട്ടെ. ഇന്നലത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. നീനയുടെ ഭവനത്തിൽ ജനുവരിയിൽ ജനിച്ചാന്നുള്ള വ്യക്തിയുണ്ട്, ആ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വന്ന് സംഭവിക്കുന്നു പറഞ്ഞ്. അപ്പൊ ഇന്നലെ അത് ഏറ്റെടുക്കാഞ്ഞത്, ഇന്നലെ ജനുവരി ആണോ എന്നൊരു തിട്ടം വരുത്താനായിട്ട് എന്റെ മരുമകളാണ് നീന എന്ന് പറയുന്നത്. ഹലോ ബ്രദർ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ട്. എന്റെ മരുമകളാണ് നീന എന്ന് പറയുന്നത്, ജനുവരി ജനിച്ചതാ. ഇന്നലെ കേട്ട ദൈവികമായിട്ടുള്ള പ്രവചനത്തെ പറ്റിയാണ് സൗരി പറഞ്ഞത്. ജനുവരി ജനിച്ച നീന അല്ലെ, നീനയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു, കർത്താവ് ഇടപെടാൻ തുടങ്ങി. അപ്പം സൗരി പറഞ്ഞ പോലെ തന്നെ അതിന് കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കർത്താവ് ഈ കാര്യം വല്ല ഇഷ്ടം ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടായിരുന്നോ? ഈ മകളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഒന്നുമില്ല, ആടും പറഞ്ഞിട്ടില്ല.
ഇന്ന് കർത്താവ് സഹോദരി പറഞ്ഞത് കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. തമ്പുരാൻ ഇന്ന് തൊടുകയാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവ മകളെ തൊടുമ്പോൾ തന്നെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോകാന്നാ പറഞ്ഞത്. വലിയൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകാം കേട്ടോ കുടുംബത്തെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് 22-ാം തീയതി ഒരു പ്രവചനം ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയലിന്റെ ഭവനത്തില് ജോൺ എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ജോൺ എന്ന് പറയുന്ന ഈ കുടുംബത്ത് 50 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്നേരം ഏറ്റെടുത്തില്ല. ഇപ്പൊ ഓരോരുത്തരും ഏറ്റെടുത്തു. പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് എന്റെ മാൻ ജനിച്ചത് ഓഗസ്റ്റ് മാസത്തിലാ. ജോയൽ എന്ന് പറയുന്നതാണോ മോന്റെ പേര്? ജോയൽ എന്ന് പറയുന്നായിരുന്നോ മോൻ? കേൾക്കുന്നില്ല. ജോയൽ കൊച്ചുമോനാണ് ബ്രദർ. ഓക്കെ, അത് കൊച്ചുമോനാണ് ജോയല്. ആ ജോയലിന്റെ വീട്ടിലാണ് ആ സംഭവം നടന്നത്. ആ ജോൺ എന്ന് പറയുന്ന ആള്. അപ്പൊ അവന്റെ ഫാദറാണ് ഈ ഓഗസ്റ്റ് മാസം ജനിച്ചത്.